സുഹൃത്തുക്കളെ, വേദങ്ങളും യാഗങ്ങളും എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇത്തവണ ഉദ്ദേശിച്ചിരുന്നത്. അതിൽ യാഗം എന്നുള്ള ഒരു 2 ഭാഗമായി പറയാനും മാത്രം ദീർഘമായ ഒരു വിഷയമാണ് വാസ്തവത്തിൽ. അപ്പോൾ അതിൽ യാഗങ്ങളുടെ ഭാഗം സോമയാഗം, സത്യവും മിഥ്യയും എന്ന ഒരു വിഷയം കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോട് പറയുണ്ടായി. ചിലരെങ്കിലും അത് അവിടെ വന്ന് കാണുമെന്ന് വിചാരിക്കണം. അതുകൊണ്ട് ആ ഒരു ആവർത്തനം കഴിവതും കുറച്ചുകൊണ്ട് ആ വിഷയത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ഈ വേദങ്ങളെക്കുറിച്ച് പറയേണ്ടത് ആവശ്യം വരുന്നുള്ളൂ. ആ ഭാഗം മാത്രം ഉൾപ്പെടുത്തി പ്രധാനമായിട്ട് വേദങ്ങളെക്കുറിച്ചുള്ള ഒരു ആധുനിക വീക്ഷണം എന്നാണ് ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നത്. ആധുനിക വീക്ഷണം എന്ന് ഞാൻ ബോധപൂർവം പ്രയോഗിച്ചതാണ്. കേരളത്തിൽ ഇന്ന് ആധുനികതയെ, ജ്ഞാനോദയത്തെ തള്ളിപ്പറയുക എന്നതാണ് നിലവിലുള്ള ബൗദ്ധിക ഫാഷൻ. നമ്മുടെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം പോലും ആധുനികതയെ തള്ളിക്കളയുന്ന, വിമർശിക്കുന്ന ഗ്രന്ഥങ്ങൾക്കാണെന്ന് പ്രാധാന്യം കൊടുക്കുന്നത്. ആധുനികതയെയും ജ്ഞാനോദയത്തെയും വിമർശിക്കുന്ന ബൗദ്ധിക ധാരകൾക്ക് അതീവ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്, ഒരു കാലാവസ്ഥയാണ് ഇന്ന് കേരളത്തിൻ്റെ ബൗദ്ധിക മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ബോധപൂർവമാണ് ഒരു ആധുനിക വീക്ഷണം എന്ന് പ്രയോഗിച്ചത്. വേദങ്ങളെക്കുറിച്ച് ധാരാളം കേൾക്കുന്ന ഒരു കാലമാണ്. എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും വളരെ വ്യാപകമായി വേദങ്ങൾ കുറിച്ചുള്ള ഒരുപാട് പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ കഴിയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരിൽ വലിയൊരു ഭൂരിപക്ഷവും സ്വതന്ത്ര ചിന്തകർ, യുക്തിവാദികളായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമായും ഞാൻ അഭിസംബോധന ചെയ്യുന്നത് അവരെയാണ് എന്നുകൂടിയും പറയട്ടെ. ഇത് വാസ്തവത്തിൽ ഒരു സ്വതന്ത്ര ചിന്തകരോടും യുക്തിവാദികളോടും ഉള്ള ഒരു ആശയവിനിമയമായാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പലരും നമ്മൾ ഓരോ ആളും ഒരുപക്ഷെ അടയാളപ്പെടുത്തുന്നത് ഒരു എക്സ് മുസ്ലിം അല്ലെങ്കിൽ എക്സ് ഹിന്ദു, എക്സ് ക്രിസ്ത്യൻ എന്ന് ആവാൻ ഉണ്ട്. കാരണം മതബദ്ധമായൊരു സമൂഹത്തിലാണ് നാം ജനിച്ചിട്ടുള്ളത്. ജനിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള മുദ്രകളോട് പേറി തന്നെയാണ് ജനിക്കുന്നതെന്ന് നമുക്ക് പറയാം. അപ്പം ഇതൊക്കെ വലിച്ച് ചവറ്റുകോട്ടയിലിടുന്നതിലൂടെയാണ് നമ്മളൊക്കെ സ്വതന്ത്ര ചിന്തയിലേക്കും യുക്തിവാദത്തിലേക്കും ഒക്കെ വരുന്നത്. പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഉപേക്ഷിച്ചതിനോട് നമുക്ക് സ്വാഭാവികമായും അകൽച്ചയുണ്ട്. നമ്മളത് അറിഞ്ഞുകൊണ്ടുമാണ് ഉപേക്ഷിക്കുന്നത്. മറ്റുള്ളവർ ഉപേക്ഷിച്ചിടുന്ന സാധനങ്ങളോട് അതെന്തോ കുറച്ച് കേമാണ് എന്നുള്ള ഒരു ധാരണ പൊതുവെ കാണാം. മറ്റുള്ളവർക്ക് ചെരുപ്പ് എല്ലാവരും അഴിച്ചിട്ടുണ്ട്, നമ്മുടെ ചെരുപ്പിനേക്കാളും കേമാണ് മറ്റവൻ്റെ ചെരുപ്പ് എന്ന് തോന്നുന്ന പോലത്തെ ഒരവസ്ഥ. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് കഴിഞ്ഞ വർഷം കോഴിക്കോട് സയൻസ് ഫോറത്തിലൊരു ചർച്ചയിൽ വളരെ ആദരണീയനായിട്ടുള്ള, വളരെ സീനിയറായിട്ടുള്ള ഒരു യുക്തിവാദി എന്ന് പറഞ്ഞൊരു കാര്യമാണത്. ഈ വേദങ്ങളിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു എക്സ് മുസ്ലിമാണ്. വേദങ്ങളൊക്കെ എന്തോ കാര്യമായിട്ട് കാര്യങ്ങളാണ്, അത് നമ്മൾ അറിയാതെ വിമർശിക്കരുത്. വേദിക് മാത്തമാറ്റിക്സ് ഒക്കെ കേമാണ് എന്ന് പറയും. ഇത് വാസ്തവത്തിൽ ഇത്രയേ ഉള്ളൂ. എല്ലാം നമ്മൾ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ട എല്ലാ സാധനങ്ങളും ഒരുമാതിരി തന്നെയാണ്. ഇതിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല. ഇതാണ് ഞാൻ പ്രധാനമായിട്ട് നമ്മുടെ സ്വതന്ത്ര ചിന്തകരുടെ ഈ സംവാദത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇതിനൊക്കെ മിക്കവാറും ഒക്കെ ഒരുപോലെ തന്നെ ഏറിയും കുറഞ്ഞും നമ്മൾ ഉപേക്ഷിച്ച സാധനങ്ങളൊന്നും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഒരേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെയും. ഒന്ന് മാത്രം കേമൊന്ന്
അതിൻ്റെ പ്രചരിപ്പിക്കുന്നവർ പറയുന്നതാണ്. അത് നമ്മളും അത് പല ഈ എക്സ് ഹിന്ദു എന്നടയാളപ്പെടുത്തുന്ന പലരും, എനിക്കറിയാവുന്ന ഒരു വളരെ ഏതോ കാലത്ത് തന്നെ ഇതൊക്കെ ഉപേക്ഷിച്ച് യുക്തിചിന്തയിലൂടെയും പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൂടെയും തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൂടെയും ഒക്കെ പോന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒരാളെ, ഒരു പ്രമുഖ വ്യക്തി നോമ്പ് കാലത്ത് നോമ്പ് പിടിക്കുകയും ഒക്കെ ചെയ്യും. ആള് പിന്നെ ദൈവവിശ്വാസിയൊന്നുമല്ല, മതവിശ്വാസിയൊന്നുമല്ല, പക്ഷേ അദ്ദേഹം റംസാൻ കാലത്ത് നോമ്പ് പിടിക്കുകയും ഒക്കെ ചെയ്യും. ആളെ എക്സ് മുസ്ലിം അല്ലാന്ന് ഓർക്കണം. കാരണം അതിൽ മൂപ്പർക്ക് അതെന്തോ ഒരു കേമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അത് അറിയാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ പറയുന്നത്. അത് അറിയാൻ ശ്രമിക്കുന്നില്ല പലപ്പോഴും. ഇത് രണ്ടും ഒരുപോലെയാണ്, ഇതൊന്നും വലിയ വ്യത്യാസമില്ല എന്നുള്ള സംഗതി അതൊന്ന് പറയാനാണ് ശ്രമിക്കുന്നത് പ്രധാനമായിട്ടും. അതിനൊരു ബേസിക് തീം എന്ന് പറയാനും അത് ഇതാണ്. വേദങ്ങൾ എന്തോ ഒരു വലിയ സംഭവമാണ്. ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അത് ആരും വായിച്ചിട്ടുമില്ല എന്നാണ്. അപ്പോൾ ഈ എക്സ് ഹിന്ദുക്കളായിട്ട് ഇവിടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടാവും. ഞാനൊക്കെ ഒരു എക്സ് ഹിന്ദു എന്ന് അടയാളപ്പെടുത്താൻ വേണമെങ്കിൽ പല എക്സുമാണ് ഞാൻ. അതിലൊന്ന് എക്സ് ഹിന്ദു എന്നുള്ളൊരു ഇതും കൂടിയുണ്ട്. അപ്പോൾ വീട്ടിലൊന്നും ഈ ഋഗ്വേദമൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഋഗ്വേദം, ഈ വേദം എന്ന് പറഞ്ഞ സാധനം എല്ലാവരും പറയാന്നല്ലാതെ മിക്കവാറും ഹിന്ദു വീടുകളിലൊന്നും ഇത് വായിക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടുള്ള സാധനമല്ല. പക്ഷേ ഒക്കത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്, ഇതെന്തോ കേമാണ് എന്നിങ്ങനെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആരാ വായിച്ചിട്ടുള്ളത്? ആരും വായിച്ചിട്ടില്ല. പക്ഷെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട് വലിയ കേമായ സാധനമാണ്. ഇത് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു ഋഗ്വേദം ഒരു പരമമായ സത്യമാണ്. ഇതിനിടയിൽ കുറേ ചെറിയ ഫിലിം ക്ലിപ്സുകൾ വരുന്നുണ്ട്, വീഡിയോ ക്ലിപ്പുകൾ. അതിൽ ആദ്യത്തേതാണ്. അതായത് വേദത്തെക്കുറിച്ച് നടക്കുന്ന വിവിധ പ്രചരണങ്ങളെ ഇടയ്ക്കിടെ ഞാൻ പരിചയപ്പെടുത്തും. അതിനെ അതത് സ്ഥലത്ത് തന്നെ കുറച്ചൊന്ന് വിമർശിക്കാനും ശ്രമിക്കുന്നുണ്ട്. അറിവ്, ജ്ഞാനയോഗം, പരമമായ സത്യം, ജീവിതത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച്, രാഷ്ട്രത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച് ഒന്നുകൂടി റിവേഴ്സ് പറയാം. മൈൻഡ്, ബോഡി, ഫാമിലി, സൊസൈറ്റി, നേഷൻ, ദിസ് ഗ്ലോബ് ആൻഡ് ദ യൂണിവേഴ്സ്. ഇതിനെക്കുറിച്ച് പരമമായ സത്യം, ലോകത്തിൽ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത സത്യങ്ങൾ മാത്രമടങ്ങിയ സന്ദേശങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്. മൈൻഡ്, ബോഡി, ഫാമിലി, സൊസൈറ്റി, നേഷൻ, ദിസ് വേൾഡ് ആൻഡ് ദ കോസ്മിക് സിസ്റ്റം. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദം തം ബാഹുഭ്യാം നമാതി സമ്പദത്രൈഹി. കേരളത്തിൽ വളരെ പരിചിതനായ ഒരു വേദപ്രചാരകനാണ് ഇദ്ദേഹം. വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഒരു ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ PhD ഒക്കെയുള്ള അദ്ദേഹമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഈ മീറ്റിംഗ് പോലെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അമ്പരന്ന് പോകും. ആയിരക്കണക്കിന് ജനങ്ങളാണ് തടിച്ചുകൂടി കേൾക്കാൻ നിൽക്കുന്നത്. വശങ്ങളിൽ ഈ ഹോളൊക്കെ ആണെങ്കിൽ ഇവിടെയൊന്നും ആൾക്ക് നിൽക്കാൻ പറ്റില്ല. ജനലിനകത്തൂടെ ആൾക്കാർ എത്തി നോക്കണ്ട, അത്രയും ആൾക്കാരുണ്ട്. നമ്മളെ ഈ സ്വതന്ത്ര ചിന്ത, യുക്തിവാദം എന്നൊക്കെ പറയുമ്പോൾ ഒരു 15 ആണുങ്ങളും ഒരു 1.5 സ്ത്രീകളും ഒക്കെ ആയിട്ടുള്ള ചെറിയ മീറ്റിങ്ങുകളാണ്. അവിടെ അങ്ങനെയല്ല. അവരുടെയൊക്കെ മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 1000ങ്ങളും 10,000ങ്ങളും സ്ത്രീകളും ഒക്കെ ഇങ്ങനെ കസേരങ്ങനെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ തീപ്പെട്ടിക്കുള്ളിൽ അടിക്കുക വലിക്കുന്ന ആൾക്കാർ കേൾക്കുന്ന സാധനങ്ങളാണ് ഇത്. ഈ രീതിയിലാണ് കേരളത്തിൽ ജ്ഞാനോദയ വിരുദ്ധ, ആധുനികതാ വിരുദ്ധ പ്രചരണങ്ങൾ വിവിധ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഞാൻ ആദ്യം തുടങ്ങിയത് ആധുനിക വീക്ഷണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആധുനികതയെ, ജ്ഞാനോദയത്തെ എതിർക്കുന്ന ശക്തികൾ, പഴയ ശക്തികളും പുതിയ ശക്തികളും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന കേരളമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നത് ഋഗ്വേദം പരമമായ സത്യമാണ്, പരമമായ സത്യമാണ്. അതിൽ ഉദ്ധരിച്ചത് പക്ഷേ വേദത്തിലെ വരികളല്ല, ഉപനിഷത്തിലെ വരികളാണ്. നാരായണോപനിഷത്തിലേത്. അതവിടെ ഇരിക്കട്ടെ. ഇതിൽ ഈ പറഞ്ഞ ചിത്രം പ്രപഞ്ച ചിത്രമാണ് എന്ന് അദ്ദേഹം പറയണ്ടായി. അതാണ് കോസ്മിക് സിസ്റ്റമാണ്. എന്താണ് ഈ കോസ്മിക് സിസ്റ്റം? ഇത് ഋഗ്വേദത്തിലുണ്ട്. ഈ പറഞ്ഞ കോസ്മിക് സിസ്റ്റം എന്താണെന്നുള്ളത്. അതായത് ഈ പുരുഷൻ എന്നത് 1000 മുഖങ്ങളും 1000 കണ്ണുകളും 1000 കാലുകളുമായി ഈ പ്രപഞ്ചം മൊത്തം വ്യാപിച്ചു നിൽക്കുന്ന
ഒന്നായിട്ടാണ് പുരുഷ സങ്കല്പം. ഇതാണ് ആ കോസ്മിക് സിസ്റ്റത്തിനെ കുറിച്ചുള്ള സങ്കല്പം. മനസ്സിൽ നിന്നാണ്, ഈ വിരാട് പുരുഷൻ്റെ മനസ്സിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായത്, കണ്ണുകളിൽ നിന്നാണ് സൂര്യൻ ഉണ്ടായത്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ് ഇന്ദ്രനും അഗ്നിയും ഉണ്ടായത്, അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൽ നിന്നാണ് വായുവുണ്ടായത്, മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, കൈകളിൽ നിന്ന് ക്ഷത്രിയനും, തുടകളിൽ നിന്ന് വൈശ്യനും, കാലുകളിൽ നിന്ന് ശൂദ്രനുമുണ്ടായി. ഇത് ഋഗ്വേദത്തിൽ മാത്രമേ എല്ലാ വേദങ്ങളിലും പറയുന്ന പുരുഷ സൂക്തം എന്ന് പറഞ്ഞിട്ടുള്ള വേദമന്ത്രത്തിൻ്റെ ആശയമാണ്. ഇത് ഇന്ന് കേരളത്തിൽ പലപാട് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ ഇത് വേറൊരു ഡോക്ടറേറ്റുള്ള മനുഷ്യൻ എഴുതിയ പുസ്തകമാണ്. ഞാൻ പലതേക്കിലും ആവർത്തിച്ചുള്ള പുസ്തകമാണിത്. അനുഷ്ഠാന വിജ്ഞാനകോശം PhD ഫിസിക്സിലുള്ള മനുഷ്യൻ എഴുതിയിട്ടുള്ളതാണ്. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ പുരുഷ സൂക്തം അനേക കോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അടങ്ങിയ ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രതീകാത്മകമായ വർണ്ണനയാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എണ്ണമറ്റ മുഖങ്ങളോടും കണ്ണുകളോടും കൂടിയതും. ഇത് പല ദിക്കിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു വേദിക് തീമാണ്. അതിന് വേദാനന്തരമുണ്ടായ കൃതികളിലൊക്കെയും ഇത് പലപാട് ആവർത്തിക്കപ്പെട്ട് കാണാം. അതിലൊരു ദിക്കെന്നാണ് അദ്ദേഹം വേദം എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചിട്ടുണ്ടായത്, നാരായണോപനിഷത്ത്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ഇത് പറയണ ഈ സംഗതിയാണെന്ന് ആവർത്തിക്കപ്പെടുന്നത്. പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചുള്ള ഭാരതീയ സിദ്ധാന്തം ലോകത്തിലെ മറ്റൊരു സൃഷ്ടി സിദ്ധാന്തങ്ങളെക്കാളും സൂക്ഷ്മവും അർത്ഥവത്തുമാണ്. ഇതൊക്കെ വലിയ ശാസ്ത്രമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ബിഗ് ബാങ് സിദ്ധാന്തം ഇതിലാണ്. നിർഗുണമായ ചൈതന്യത്തിലുണ്ടായ ശക്തിയുടെ ആദിമമായ ചലനമാണ് നാദവിസ്ഫോടം, വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന പ്രപഞ്ച പ്രതിഭാസം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ദിവ്യജ്ഞാനത്തിൽ കൂടി ഋഷീശ്വരന്മാർക്ക് വെളിപ്പെട്ട വേദങ്ങളിൽ സകല ദർശനങ്ങളും വിജ്ഞാനങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇതാണ് പ്രചരിപ്പിക്കപ്പെടുന്ന പ്രപഞ്ച ചിത്രവും ശാസ്ത്രം എന്നൊക്കെ വേദങ്ങളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്വഭാവം നമ്മൾ കാണിക്കാം. പരമമായ സത്യം, ഇതാണ് പരമമായ സത്യം എന്നാണ് പറയുന്നത്. ശാസ്ത്രം ഒരിക്കലും ഒരു പരമമായ സത്യം എന്ന് പറയാറില്ല. എല്ലാ ശാസ്ത്ര സത്യങ്ങളും താൽക്കാലികമാണ്. ഇന്ന് നമ്മുടെ അറിവ് വെച്ചുകൊണ്ട് ഇതാണ് യാഥാർത്ഥ്യത്തോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രമെന്ന് നമ്മൾ കരുതുന്നു. നാളെ അത് റിവൈസ് ചെയ്യപ്പെടാം. അങ്ങനെ താൽക്കാലികമായ സത്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ വഴി. ഇവരുടെ വഴി അതല്ല, ഇവരുടെ പരമമായ സത്യമാണ് പറയുന്നത്. പക്ഷെ അത് ഓരോ തവണയും പരമമായ സത്യം മാറി മാറി വരും. ഇവിടെ ബിഗ് ബാങ് ആണ് ഇപ്പോഴത്തെ സിദ്ധാന്തമെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും പരമമായ സത്യം. അത് കഴിഞ്ഞിട്ട് വേറൊന്ന് വന്നു കഴിഞ്ഞാൽ അതാവും സിദ്ധാന്തം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതേ പുരുഷ സൂക്തം എന്നതാണ് ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും മനുഷ്യവിരുദ്ധമായ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുണ്ട്. അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ഒരു താത്വിക അടിസ്ഥാനം ഈ പുരുഷ സൂക്തത്തിലാണ് കിടക്കുന്നത്. അവസരത്തിൽ എന്നിട്ട് പുരുഷ സൂക്തം വിശ്വസിച്ചുകൊണ്ടെന്നല്ല പറയുന്നത്. ഇത് ഈ പുരുഷ സൂക്തത്തിലൂടെ പ്രതിപാദിക്കപ്പെടുന്ന ഒരു കോസ്മോ പൊളിറ്റിക് വീക്ഷണമുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെയും മനുഷ്യലോകത്തെയും പരസ്പരം ഇഴുകി ചേർത്തുകൊണ്ട് കാണുന്ന ഒരു രീതിയുണ്ട്. ശാസ്ത്രത്തിൻ്റെ രീതി ഇത് രണ്ടും വേർതിരിക്കാനുള്ളതാണ്. കോസ്മോസിൻ്റെ കാര്യം വേറെ, പോളിസിൻ്റെ കാര്യം വേറെ. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ വേറെ, മനുഷ്യ സമൂഹത്തിൻ്റെയും നമ്മുടെ ധാർമ്മികതയുടെ നമ്മുടെ നൈതികതയുടെയും നിയമങ്ങൾ നാം സൃഷ്ടിക്കുന്നതാണ്. അവിടെ നമുക്ക് ചോയ്സ് ഉണ്ട്, നമുക്ക് തീരുമാനിക്കാം. ധാർമ്മികത എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. നൈതികത എന്നത് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം, നമ്മുടെ പരസ്പര ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം, ഇതൊക്കെയും നമ്മുടെ ചോയ്സിന് സാധ്യതകളുള്ള, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് സാധ്യതയുള്ള ഒരു റിലം ഓഫ് ചോയ്സാണ്. മറ്റേ പ്രപഞ്ച നിയമങ്ങളുടെ കാര്യത്തിലാവട്ടെ, പ്രപഞ്ചം ഈ ലോകത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണ്, പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതിൽ നമുക്ക് റോളില്ല, അത് ചോയ്സ് ഇല്ല. ഇത് രണ്ടും വേർതിരിച്ചറിയാന്നുള്ള ശാസ്ത്രത്തിൻ്റെ രീതി. പഴയ രീതി അങ്ങനെയല്ല, പഴയതൊക്കെ ഒന്നിച്ചാണ്. അപ്പോൾ പ്രപഞ്ചം ഇങ്ങനെയാണ്, അവിടെ ഈ രീതിയിലുള്ള പ്രപഞ്ചത്തിൻ്റെ ഘടനയിൽ തന്നെ ഈ രീതിയിലുള്ള ഹയറാർക്കി, ഉച്ചനീചത്വം അടങ്ങിയിരിക്കുന്നു എന്ന ഒരു അടിസ്ഥാന ധാരണ എല്ലാത്തിലും ബ്രാഹ്മണ ക്ഷത്രിയ ശൂദ്ര കാണാം, അവർ വൈശ്യ ശൂദ്ര കാണാം. ഈ രീതിയിലുള്ള ഒരു ഹയറാർക്കിയലായിട്ടുള്ള ലോകവീക്ഷണമാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ സൈദ്ധാന്തികമായ അടിത്തറ എന്ന് നമ്മൾ ഓർക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇന്നും ഒരു MP കുറിച്ച് ഒരു പറഞ്ഞ നേരിട്ട് കേടാണ്, എന്തായാലും സാറേ അവനൊരു പൊലേനല്ലേ, 2012 കേൾക്കുന്ന എന്തായാലും പൊലേനല്ലേ. ചില ആൾക്കാർ, ചില ജോലിക്കാർ
ചില വ്യക്തികൾ അവരുടെ ജീവിതം എന്ന ആക്സിഡൻ്റ് കൊണ്ട് ജന്മനാലേ തന്നെ അസ്പൃശ്യരോ അല്ലെങ്കിൽ താഴ്ന്ന കിടയിലുള്ളവരുമാണ്. ഇതൊരു അടിസ്ഥാനമായിട്ടുള്ളൊരു നമ്മൾ പറയുന്ന ഹൈന്ദവ ധാരണയാണ്. ചിലതരം ജോലികൾ, ചിലതരം ഭക്ഷണങ്ങൾ, ചില സോക്കോൾഡ് ജാതികൾ, ഇതൊക്കെ ഇൻഫീരിയറാണ്, മോശമാണ്. ചിലത് മെച്ചപ്പെട്ടതാണ്. കാളനും തമ്മിലുള്ളൊരു പ്രശ്നം ഒരിക്കലുണ്ടായിരുന്നു. കാള മോശവും കാളൻ നല്ലതുമാവുന്നത്, ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു ഹൈറാർക്കിക്കൽ ധാരണയാണ്. ചില ഭക്ഷണങ്ങൾ, ചില ജോലികൾ, ചില ജന്മങ്ങളൊക്കെ മോശമാണെന്നുള്ള അടിസ്ഥാനമായ ധാരണയാണ്. ഇവിടെയാണ് അംബേദ്കർ പറയുന്നത് ഈ ശാസ്ത്രങ്ങളിലെ വിശ്വാസം നശിപ്പിക്കാതെ ഇന്ത്യക്ക് രക്ഷയില്ല എന്ന് പറയുന്നത്. അതാണ് അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അപ്പം ഈ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാന ന്യായീകരണമാണ് പുരുഷ സൂക്തം. ഇത് പറയുമ്പോൾ ആരാ പുരുഷ സൂക്തം വായിച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ട് കാര്യമില്ല. അതല്ല, പുരുഷ സൂക്തം വായിച്ച് മനസ്സിലാക്കി ഓ അത് ശരി, നാളെ മുതൽ നമുക്ക് ഈ ശൂദ്രന്മാരൊക്കെ കാലുമെന്നാണ് തീരുമാനിച്ചിടാന്നുള്ളതല്ല. അത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ പൊതുബോധത്തിൽ സഹസ്രാബ്ദങ്ങളായി ഇന്ത്യയുടെ ഹൈന്ദവരുടെ ശൂദ്രങ്ങളെ അടിഞ്ഞു കിടക്കുന്ന ഈ ഉച്ചനീചത്വ മനോഭാവമാണെന്നുള്ളതാണ്. ഇത് നല്ല വെളിവായിട്ട് ഒരു കാശി ബ്രാഹ്മണൻ പറയണത് നമുക്ക് കാണാം. तो पहली बात हम अपना परिचय दे दें आपको। मेरा नाम बड़ू प्रसाद शर्मा शास्त्री है। मैं स्वामी कर्पात्री जी महाराज का शिष्य हूँ और ये जो तुलसी मानस मंदिर है इसका मैं अधीक्षक हूँ और काशी के जो विद्वानों की मंडली है श्री काशी विद्वत परिषद का मैं महामंत्री हूँ। उसके बाद शास्त्र को आधार मानने वाला होने के नाते मैं कट्टर हिंदू ब्राह्मण हूं, छुआछूत जात पात मानता हूं। देखो वो जो दिव्य पुरुष है, वेद विराट पुरुष है, उसके ब्राह्मणों से मुखमाशीत, उसके मुख से ब्राह्मण पैदा हुआ, ठीक है। बाहु राजन्यः, बाहु से क्षत्रिय, ऊरु तदस्य जनवैश्यः, पेट से यहाँ ये जो स्थान है ना, यहाँ से वैश्य पैदा हुआ। ശാസ്ത്രദൃഷ്ടിയിലൂടെ വീക്ഷിക്കണം. ശാസ്ത്രം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നമ്മുടെ ശാസ്ത്രം എന്നുള്ള വാക്കിനുള്ള ഒരു ദുരിതം. ശാസ്ത്രം എന്നാൽ ശാസിക്കപ്പെട്ടത് എന്നാണ് പഴയ അർത്ഥം. മലയാളത്തിൽ നമുക്ക് ശാസ്ത്രം തന്നതും സന്യാസം തന്നതും ഒക്കെ ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഈ വാക്ക് സയൻസ് എന്ന വാക്ക് വന്നപ്പോൾ അതിനൊരു നമ്മുടെ ഭാഷാവാരിയത്തുനിന്ന് ഉണ്ടായ വാക്കാണ് ഈ ശാസ്ത്രം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ശരിയായെന്ന് വെച്ചാൽ അത് നടപ്പിലുണ്ടായിരുന്ന അർത്ഥം ശാസിക്കപ്പെട്ടതെന്നാണ്. എന്താണോ ശാസിക്കപ്പെട്ടത് അതാണ് ശാസ്ത്രം. നമ്മൾ സയൻസിനും കൂടിയും ആ വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രത്തിൻ്റെ കണ്ണുകളിലൂടെ വേണം നമ്മൾ കാണാൻ. ശാസ്ത്രം എന്താണ് പറയുന്നത്? ശൂദ്രൻ കാലുമേന്നുണ്ടായതാണ്, സർവൻ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇത് ഋഗ്വേദത്തിലുള്ള കാര്യമാണ്. ഇതിങ്ങനെ തുറന്ന് പറയുന്നവർ കുറച്ച് കുറയും. ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ പുരുഷ ഭയങ്കരമായ കോസ്മിക് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇതിലിങ്ങനെ ഒരു വാചകമുണ്ട് എന്ന് അവിടെ പറയുന്നില്ല. ഇതിനെ വലിയ എന്തോ ഒരു പ്രപഞ്ച സിദ്ധാന്തമായാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ രീതിയിലാണ് തിരിതിരിക്കപ്പെടുന്നത്. ഇതിൻ്റെ അടുത്ത വരിയിൽ പറയുന്നത് കാര്യം വലിയൊരു മനുഷ്യവിരുദ്ധമായ ഒരു വ്യവസ്ഥക്ക് വഴിതെളിയിച്ച ഒരു കാവ്യഭാവനയാണ്. നമ്മൾ ഈ ഭാവനയൊന്നും കുറ്റം പറയേണ്ടതില്ല, അത് കാലത്തിൻ്റെ കാവ്യഭാവനകളാണ്. പക്ഷേ ഈ കാവ്യഭാവനകളെ സത്യമെന്ന് നനച്ച് ഇത് ഒരു പ്രത്യയശാസ്ത്രമായി ഉൾക്കൊള്ളപ്പെടുകയും അത് അതീവ മനുഷ്യവിരുദ്ധമായ ഒരു വ്യവസ്ഥക്ക് വഴിയൊരുക്കുകയും ചെയ്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിമർശനാത്മകമായി കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ പഴയ കഥകളും പഴയ കവിതകളൊക്കെ നമുക്ക് കേവലം കവിതകളായി കാണാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ സാധിക്കുന്നില്ല എന്നാണ് പ്രശ്നം. കവിതകൾ എന്താണ് പറയുക, വാളുകളായും ശൂലങ്ങളായും വേഷം മാറുന്ന കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പ്രശ്നം.
വേറെ ഈ വേദപ്രചാരകരുടെ പല തീമുകളിലൊന്നും ഇതാണ്. ഇത് നമ്മുടെ പാരമ്പര്യമാണ്. അത് നമ്മുടെ പാരമ്പര്യം എന്നാലും അത് അതിമഹത്തായ പാരമ്പര്യം. അത് നമ്മുടെ മാത്രം പാരമ്പര്യം. ബാക്കിയുള്ള പാരമ്പര്യങ്ങളൊക്കെ അത്ര മഹത്തായതല്ല. നമ്മുടെ പാരമ്പര്യം അതെന്തോ മഹത്തായ പാരമ്പര്യമാണ്. നമ്മുടെ തന്നെ വീടുകളിലെ കുട്ടികളോട് അവരുടെ സ്കൂളുകളിൽ നിന്നൊക്കെ അവരുടെ വിദ്യാഭ്യാസം 10 വർഷം 12 വർഷം കഴിഞ്ഞ കുട്ടികളോട് ചോദിച്ച എല്ലാവരും വലിയൊരു ഭൂരിഭാഷവും ഞാൻ സംസാരിച്ചിട്ടുള്ളവരൊക്കെ ധരിച്ചിരിക്കുന്നു. കുട്ടികൾ ഞാൻ പറയുക, നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം എന്തുകൊണ്ടോ ലോകത്തെ ഏറ്റവും മഹത്തായ പാരമ്പര്യമാണ്. അങ്ങനെ ഒരു ധാരണ അത് എല്ലാവരും വെച്ച് പുലർത്തുന്നതാണ് എന്നുള്ള ധാരണ നമുക്കില്ല. അങ്ങനെ ബോധപൂർവമായോ അബോധപൂർവമായോ നമ്മുടെ കുട്ടികൾ ഒരു 12 വർഷത്തെ സ്കൂളിങ് കഴിയുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും മഹത്തായ പാരമ്പര്യം നമ്മുടെയാണ് എന്ന് വിമർശനരഹിതമായി വിശ്വസിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ഇതത്ര നല്ല കാര്യമല്ല വാസ്തവത്തിൽ. ഇത് ഋഗ്വേദം, ഇത് വേൾഡ് ഹെറിറ്റേജ് എന്നാണ് അദ്ദേഹം പറയാ. കേട്ടു നോക്കാം. നമ്മുടെ മാത്രം പാരമ്പര്യം അതിമഹത്തരമെന്നാണ്. അനാദിയായ വേദം, അപൗരുഷേയമായ വേദം, മന്ത്രദ്രഷ്ടാക്കൾ എഴുതിയ വേദം, ശാസ്ത്രവും ആത്മീയതയും ചേർന്ന വേദം, അതിനകത്ത് അറിവിന്റെ കൂടാരങ്ങളുള്ള വേദം ഋഗ്വേദം. ആ ഋഗ്വേദം ഇത്രയും ഗംഭീരായിട്ട് ലോകം സ്വീകരിക്കുന്നു. ഓർമ്മിക്കുക, ഋഗ്വേദത്തെ 4 വേദങ്ങളെയും കഴിഞ്ഞ വർഷമാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് അംഗീകരിച്ചത്. യുനെസ്കോയില് 2 ഹിന്ദുക്കളെ ഉദ്യോഗസ്ഥരായിട്ടുള്ളൂ ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ബാക്കി മുഴുവനും ക്രിസ്ത്യാനികളാ, മുസ്ലിങ്ങൾ അവിടെ ഇല്ല. യുനെസ്കോയിൽ 2 ഹിന്ദുക്കള്, ബാക്കി മുഴുവനും ക്രിസ്ത്യാനികളാ. ക്രിസ്ത്യാനികളാ തീരുമാനിച്ചത് വേദത്തെ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് സ്വീകരിക്കണമെന്ന്, അംഗീകരിക്കണമെന്ന്. ഇടയ്ക്ക് ഒന്നുകൂടി പറഞ്ഞേക്കട്ടെ, ബൈബിള് വേൾഡ് ഹെറിറ്റേജ് അല്ല, ഖുർആൻ വേൾഡ് ഹെറിറ്റേജ് അല്ല, വേദത്തെ ആ വേൾഡ് ഹെറിറ്റേജ് ആക്കിയിരിക്കുന്നത്. ഖുർആൻ വേൾഡ് ഹെറിറ്റേജ് അല്ല, ബൈബിൾ വേൾഡ് ഹെറിറ്റേജ് അല്ല, വേദങ്ങൾ മാത്രമാണ് വേൾഡ് ഹെറിറ്റേജ്. ഇതെല്ലാവരും പറയുന്നത്, എല്ലാ മതക്കാരും. നമ്മുടെ ഖുർആന്റെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമാണ്, ബാക്കിയൊക്കെ നാലാകട്ടെയാണ്. ബൈബിളുകാരോട് പറഞ്ഞു അതന്നെ, ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ പക്ഷെ നമുക്ക് പറ്റില്ല. അതാണ് തമാശ. ഇത് നമ്മുടെ ദേശീയ പാരമ്പര്യമാണ് ഈ ഋഗ്വേദം എന്നത്. എന്തോ അധികം. അപ്പോൾ നമ്മൾ യുനെസ്കോന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ് ഈ വേൾഡ് ഹെറിറ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ഇതാണ് ഈ യുക്തിരഹിതമായ വിശ്വാസങ്ങളെ ഖണ്ഡിക്കുക, യുക്തിയുക്തമായ അറിവിനെ പരത്തുക എന്നുള്ളതാണ് നമ്മളെ ഈ സംസാരിക്കുന്നതിൻ്റെ ഒക്കെ ഉദ്ദേശം. അപ്പോൾ ഈ കേൾക്കുന്ന നമ്മുടെ ചെവികളിൽ ഇങ്ങനെ അടിച്ചു കയറ്റുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നോക്കാൻ നമുക്ക് ഓരോ ആൾക്കും നേരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് സമയമെടുത്ത് ഇയാൾ പറയണ ഓരോന്നിൻ്റെ പിന്നാലെ ചെല്ലാണ്. ഈ പറഞ്ഞത് ശരിയാണോ ഇയാൾ പറയണത്? എന്താണ് ഈ വേൾഡ് ഹെറിറ്റേജ്? യുനെസ്കോവിൻ്റെ സൈറ്റിൽ പോയി നമുക്ക് കാണാം, മെമ്മറി ഓഫ് ദ വേൾഡ് എന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്. അത് ലോകത്തിലുള്ള വിവിധമായ ലോകത്തിൻ്റെ ഓർമ്മ എന്ന നിലയിൽ ഇങ്ങനെ അവർ വിലയിരുത്തിയിട്ടുണ്ട്, ആ രീതി ലിസ്റ്റപ്പെടുത്തിയിട്ടുണ്ട്. മെമ്മറി ഓഫ് ദ വേൾഡ് അതിലൊന്നാണ് ഋഗ്വേദം, സംശയമൊന്നുമില്ല. 2007 ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അതാണ് ചിത്രം കാണാൻ നോക്കവിടെ, ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഋഗ്വേദ ആ സൈഡിൽ കാണാം. ഈ വേദങ്ങളിലൊക്കെ ഇത്ര കേമായിട്ട് കൊണ്ടാടുന്ന നമ്മുടെ ഹിന്ദു പരിവാറിലെ ആൾക്കാരാണ് ഇതേ ഭണ്ഡാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കയറി അടിച്ചു നിരത്തിയതെന്നും കൂടെ നമ്മൾ ഓർക്കണം. ഇത് ഇവിടെ സൂക്ഷിക്കപ്പെട്ട ഈ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വേൾഡ് ഹെറിറ്റേജ് ഒക്കെ ആയിട്ട് അംഗീകരിക്കുന്നത്. ആ സ്ഥലം കയറി അടിച്ചു നിരപ്പാക്കിയ ആൾക്കാരാണ് ഇപ്പോൾ അതിനെ പറ്റിയിട്ട് പറയുന്നത്. അവിടെ കയറി ഉള്ള വാൻഡലിസം മൊത്തം കാണിച്ചു. എന്തോ ഒരു ചെറിയ ശിവജിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം അവർ പ്രസിദ്ധീകരിച്ചു എന്നോ എന്തോ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഈ സൈനികന്മാർ ചെന്ന് നിരത്തി. ഇതാണ് അവർക്ക് അവരുടെ സാംസ്കാരിക ബോധം. അതിരിക്കട്ടെ. ഏതായാലും അദ്ദേഹം പറഞ്ഞതാണ് വേൾഡ് ഹെറിറ്റേജിൽ വേദങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഖുർആൻ മാനുസ്ക്രിപ്റ്റുകളുണ്ട്. ഈജിപ്തിലെ മാമലൂക്ക് ഖുർആൻ മാനുസ്ക്രിപ്റ്റുകൾ, അതും മെമ്മറി ഓഫ് ദ വേൾഡ് തന്നെയാണ് അവിടെ എഴുതി വെച്ച്. അവിടെ കാണാം, നമുക്ക് ആ ലിസ്റ്റ് പോയാൽ അനേകം ഇതുപോലുള്ള വേൾഡ് ഹെറിറ്റേജ് ഉണ്ട്. അപ്പോൾ അവാസ്തവങ്ങൾ പറയാൻ യാതൊരു മടിയുമില്ല ഈ പ്രചാരകർക്ക്. ഇങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നതും ആൾക്കാരുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകളും ഉള്ള തെറ്റിദ്ധാരണകളെ രൂഢമൂലമാക്കുന്നത്. ഗുട്ടൻബർഗ് ബൈബിൾ അതും ഒരു മെമ്മറി ഓഫ് ദി വേൾഡാണ്. ഇതേപോലെ തന്നെ നമ്മൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
ഋഗ്വേദം ഉള്ളതുപോലെ തന്നെ എത്രയോ ലിസ്റ്റുകളുണ്ട്. അതിൽ ഞാൻ 2 എടുത്തതാണ്, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ഖുർആൻ മാനുസ്ക്രിപ്റ്റുകളും മെമ്മറി ഓഫ് ദ വേൾഡ് ആണ്. ആദ്യത്തെ ബൈബിളും ഗുട്ടൻബർഗ് ബൈബിളും ഒരു മാനുസ്ക്രിപ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും മെമ്മറി ഓഫ് ദ വേൾഡിലാണ്. മാർക്സിന്റെ കോപ്പി, ഡോക്യുമെന്ററി ഹെറിറ്റേജ്, കാർൾ മാർക്സിന്റെ പേഴ്സണൽ അനോട്ടേറ്റഡ് കോപ്പി, അതും വേൾഡ് ഹെറിറ്റേജ് ജർമ്മനി കൊടുത്താണ്, ഒരു രാജ്യത്തിന് കൊടുത്തുള്ള സാധനങ്ങൾ. ഇതൊക്കെയാണ് പ്രചരണങ്ങളുടെ രീതി. ഇതേപോലെ തന്നെ കംബോഡിയയിൽ നടന്ന പോൾപോട്ടിന്റെ, കംബോഡിയൻ മാവോയിസ്റ്റ് നേതാവായിരുന്ന പോൾപോട്ട് നടത്തിയ കൊടുംക്രൂരതകളുടെ ഡോക്യുമെന്ററി ഹെറിറ്റേജ്, അതും ലോകത്തിന്റെ ഓർമ്മയായി കംബോഡിയ സമർപ്പിച്ചത് ഈ ലിസ്റ്റിലുണ്ട്. ഈ വേൾഡ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നതിന്റെ അർത്ഥം ഇത് എല്ലാ ശാസ്ത്രങ്ങളും അടങ്ങിയിരിക്കുന്നു, ഇത് എല്ലാ കാലത്തേക്കുമുള്ള എന്താണ് പറയുക ആബ്സല്യൂട്ട് നോളജ് ആണെന്നോ അങ്ങനെയൊന്നുമില്ല. അതിൽ എല്ലാം ഉണ്ട്. ഇതൊക്കെയും വേൾഡ് ഹെറിറ്റേജ് തന്നെയാണ്. നമ്മുടെ പാരമ്പര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാം അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മോശമായതും നല്ലതായതുമായ എല്ലാ ഭാഗങ്ങളോടും കൂടി ഇതൊക്കെ നമ്മുടെ പാരമ്പര്യമാണ്. ഈ കംബോഡിയയിൽ നടന്ന നരവേട്ടയായാലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയാലും ബൈബിളായാലും ഖുർആനായാലും ഇതൊക്കെ നമ്മുടെ പാരമ്പര്യം തന്നെയാണ്. എല്ലാം നമ്മുടെ പാരമ്പര്യമൊക്കെ നല്ലതാണെന്ന് അതിന് അർത്ഥമില്ല. ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മായൻ പിരമിഡാണ് ഇത് കാണുന്നത്. ഇത് മായൻ പിരമിഡുകൾ. ഇവിടെ വെച്ചാണ് നരബലി നടത്തിക്കൊണ്ടിരുന്നത്. ഇത് ഇന്ന് ഒരു വേൾഡ് ഹെറിറ്റേജ് ആണ്. ഈ അവിടെ ദൈവത്തിനും അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങൾക്ക് വേണ്ടി നടത്തിയിരുന്ന നരബലി ഇവിടെ വെച്ച് നടത്തി തലയും ശരീരവും ഇതിലൂടെ താഴെ വലിച്ചെറിയുക ചെയ്യുക. ഇങ്ങനെ താഴെ കൂടെ കൂടുതൽ ആൾക്കാരുണ്ടാവും, നിൽക്കുന്നുണ്ടാവും. വലിയൊരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളന്ന് കോഴിക്കോട് ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഇതിൻ്റെ. അപ്പോൾ ഇതും ഇന്ന് വേൾഡ് ഹെറിറ്റേജ് ആണ്. ഒരു നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടുള്ള, അതിൻ്റെ അർത്ഥം നമ്മൾ നരബലി അംഗീകരിക്കുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിലൊക്കെ കാര്യം. ഇതൊക്കെ നമ്മുടെ പാരമ്പര്യമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. അതിനെ വിലയിരുത്തേണ്ടത് യുക്തിയധിഷ്ഠിതമായ ചിന്തനത്തിൻ്റെ കാര്യത്തിൽ ഈ പാരമ്പര്യത്തിൻ്റെ യഥാർത്ഥ ഇന്നത്തെ, അതാണ് ആധുനിക വീക്ഷണം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പാരമ്പര്യത്തെയൊക്കെ നിർവികാരമായും നിസ്സങ്കോചമായും വീക്ഷിക്കാനും വിമർശിക്കാനും നമുക്ക് സാധിക്കണം. അതാണ് ആധുനികമായ വീക്ഷണം എന്ന് പറയുന്നത്. ഇത് അതേപോലെ ഇതൊക്കെ എൻ്റെ പാരമ്പര്യമാണ് എന്ന് പറയുന്നത് കേമായി കൊണ്ടാടുക എന്നുള്ളത് അതല്ല ആധുനിക മനോഭാവം, അത് ആധുനിക പൂർവ്വ മനോഭാവമാണ്. വേദങ്ങളെക്കുറിച്ചാണ് നമ്മുടെ വിഷയം. വേദങ്ങളെക്കുറിച്ചുള്ള ചില പ്രചരണങ്ങളെക്കുറിച്ചാണ് ഞാൻ തുടങ്ങി വെച്ചത്. ഈ വേദങ്ങൾ എന്നത് ആരാണ് എഴുതിയത്, എപ്പോഴാണ് എഴുതിയത്? എഴുതാന്ന് വെച്ചാൽ എഴുതി വെക്കുകയല്ല, ഇതൊക്കെ ഓറൽ ട്രഡീഷനാണ്. ഇങ്ങനെ പറഞ്ഞു അന്ന് എഴുത്തൊന്നും വരുന്നതിന് മുമ്പാണ് ഇത് വന്നിട്ടുള്ളത്, എഴുതി വെച്ചിട്ടല്ല. ഇതൊക്കെ ഓർമ്മയിലൂടെ, അതായത് സ്മൃതി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പറഞ്ഞ് ഒരാളുടെ നിന്ന് വേറെ അച്ഛനിൽ നിന്ന് മകനിലേക്ക് ഇങ്ങനെ പകർന്ന് ഒരു ഓറൽ ട്രഡീഷനായി വന്നിട്ടുള്ളതാണ്. ആരാണ് ഇത് എഴുതിയത്, എവിടെ വെച്ചാണ് എഴുതിയത്, എന്താണ് ഇതിലുള്ളത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ അന്വേഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. യുക്തിയുഗത്തിൻ്റെ ഈ ലക്കം, ജനുവരി ലക്കം നിങ്ങൾ കണ്ടിരിക്കും, ഫെബ്രുവരി ലക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ യാഗത്തെക്കുറിച്ച്, സോമയാഗത്തെക്കുറിച്ച് ഒരു വിഷയം, ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, ഒരു മയക്കുമരുന്നിൻ്റെ ഓർമ്മച്ചടങ്ങ്. അതിൻ്റെ കൂടെ തന്നെ മാനവവംശങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനവും ജാതി വ്യവസ്ഥയുടെ ആവിർഭാവവും എന്ന രാജുവിൻ്റെ ഒരു ലേഖനം, ഒരു ദീർഘമായ ലേഖനം കാണാം. ഇതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മളെ ഈ വേദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ഇതാണ് ഇന്ത്യയിൽ ആരൊക്കെ, ഇപ്പം നമ്മൾ പറയുക ഇന്ത്യയിലിപ്പോൾ ആദിവാസികൾ ആദ്യമേ ഉണ്ടായിരുന്നവരാണ്. ഇന്ത്യയിൽ അങ്ങനെ ആദ്യമേ ആരും ഉണ്ടായിട്ടില്ല. ആദ്യം ഉണ്ടായവരൊക്കെ ആഫ്രിക്കയിലാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ ആധുനിക മനുഷ്യൻ 2 ലക്ഷം വർഷം മുമ്പ് ഉണ്ടായത് ആഫ്രിക്കയിലാണ്. അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ ലോകം മൊത്തം. നമ്മളൊക്കെ കറുത്തവനും വെളുത്തവനും മഞ്ഞയും ബ്രൗണും എല്ലാവരും അവിടെ പൂർവ്വപിതാക്കൾ ആഫ്രിക്കക്കാരായിരുന്നു. ഔട്ട് ഓഫ് ആഫ്രിക്ക അങ്ങനെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആധുനിക മനുഷ്യരുടെ വരവ് അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ജനങ്ങൾ ഉണ്ടാകണമെങ്കിൽ അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വരണം. ഇത് ഇന്ത്യയിലെ മാത്രം സ്ഥിതിയല്ല, ആഫ്രിക്കയിൽ ഒഴിച്ച് മറ്റെല്ലാ ഭൂഭാഗങ്ങളിലെയും സ്ഥിതി ഇതാണ്. ആഫ്രിക്കയിൽ മാത്രമേ ആധുനിക മനുഷ്യൻ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാവരും പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ആദിവാസികൾ എന്ന് നമ്മൾ വിളിക്കുന്നവരടക്കം ആഫ്രിക്കയിൽ നിന്ന് വന്നവർ തന്നെയാണ്. നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്ന് പല കാലങ്ങളിൽ പല വഴിയിൽ പിരിഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ളതാണ്.
അങ്ങനെ 4 തവണയായി 4 കുലങ്ങൾ എന്ന് നമുക്ക് പറയാം ആയി ഇന്ത്യയിൽ ആൾക്കാരെത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെ പിന്നീട് ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ വേറിയോ കുറഞ്ഞോ, പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ മനസ്സിലാക്കാം നമുക്കങ്ങനെ ആബ്സല്യൂട്ട് ആയിട്ടുള്ള എല്ലാ കാലത്തേക്കുള്ള സർവകാലത്തേക്കുള്ള സനാതന സത്യങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അതിൽ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ആസ്ട്രോ ഏഷ്യാറ്റിക് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു 60,000 വർഷങ്ങൾക്ക് മുമ്പേ അവർ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ഇന്നും ട്രൈബൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം ഇത് നമുക്ക് കേരളത്തിലും ഒക്കെ കാണാം. ഇവിടെയുണ്ട് കുറുമ്പർ എന്നൊക്കെ പറഞ്ഞുള്ള ഗ്രൂപ്പുകൾ. അതിൽ ഒരു ഗ്രൂപ്പിൻ്റെ ചിത്രമാണ് ആ തേഴ്സ്റ്റിൻ്റെ പഴയ പുസ്തകത്തിൽ ഞാൻ എടുത്ത് ഇവിടെ ഇട്ടാണ്. കുറുമ്പർ എന്നല്ല, ഈ രീതിയിൽ ആദിവാസികൾ അവരാണ് ഇന്ത്യയുടെ നമ്മൾ ഏറ്റവും ആദ്യമായി ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ. 60,000 കൊല്ലങ്ങൾക്ക് മുമ്പേ ഇവിടെ എത്തിയെന്നാണ് വിചാരിക്കുന്നത്. ആസ്ട്രോ ഏഷ്യാറ്റിക് പീപ്പിൾ. വേദം അവരുടേതല്ല. രണ്ടാമത് വന്നത് ടിബറ്റോ ബർമൻ വിഭാഗക്കാർ. അപ്പോൾ ഈ അരുണാചൽ പ്രദേശ്, മിസോറാം, മേഘാലയ, ത്രിപുര, നാഗാലാൻഡ്, സിക്കിം, ആസാം അവിടെയുള്ള ആൾക്കാർ ചിത്രം കാണാം. രണ്ടാമത്തെ ഗ്രൂപ്പ് ടിബറ്റോ ബർമൻ, അവരുടേതുമല്ല വേദം, അവരുടെ പാരമ്പര്യമല്ല, സാംസ്കാരിക പാരമ്പര്യമല്ല. പിന്നെയുള്ളത് ദ്രവീഡിയൻസ്. കുറേയൊക്കെ നമ്മളൊരു മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്തായിരുന്നാലും ഇന്ന് നമുക്ക് കൃത്യമായി ഇവരാണ് അങ്ങനെ പറയാൻ നിവൃത്തിയില്ലെങ്കിലും പൊതുവേ പറഞ്ഞാൽ ദ്രാവിഡന്മാർ ആരും തന്നെ എല്ലാം കുറേ കലർപ്പുകളൊക്കെ വന്നു കഴിഞ്ഞതിൽ പൊതുവേ പറഞ്ഞാൽ നരവംശാസ്ത്രപരമായി മൂന്നാമത്തെ ആൾക്കാർ ദ്രാവിഡന്മാർ എന്ന് പറയാം നമുക്ക്. ഈ ദ്രാവിഡന്മാരുടേതാണ് സിന്ധു നദീതട നാഗരികത. നമ്മൾ ആ വന്ന ഓർഡറിലാണ് പറയുന്നത്. ആദ്യം വന്നത് ആസ്ട്രോ ഏഷ്യാറ്റിക് ആൾക്കാർ, അത് കഴിഞ്ഞിട്ട് ടിബറ്റോ ബർമൻ ആൾക്കാർ വന്നു, അത് കഴിഞ്ഞിട്ട് ദ്രാവിഡന്മാർ വന്നു. ദ്രാവിഡന്മാർ ഇന്ന് ഇന്ത്യയുടെ ഈ ഭാഗങ്ങളിലാണുള്ളത്, തെക്കൻ ഭാഗങ്ങളിൽ, ആന്ധ്ര, കർണാടകം, തമിഴ്നാട്, കേരളം എന്നുള്ള സ്ഥലങ്ങളിലാണ് ഇന്ന് ദ്രാവിഡന്മാരുള്ളത്. നേരത്തെ സിന്ധു നദീതട നാഗരികതയൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ദ്രാവിഡന്മാർ. പിന്നീട് അവർ തെക്കോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ നാലാമത് വന്ന വിഭാഗക്കാരാണ് ഇൻഡോ യൂറോപ്യൻസ് എന്ന് പറയും. ചിലപ്പോൾ ആര്യന്മാരെന്നും പറയാറുണ്ട്. ആ വാക്കിന് വലിയ പ്രാധാന്യമില്ല. ഇൻഡോ യൂറോപ്യൻസ് എന്നാണ് വിളിക്കാം. അപ്പോൾ അവർ എവിടുന്ന് വന്നു? മധ്യേഷ്യയിൽ നിന്നാണ്. ഇന്നത്തെ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തർക്ക്മാനിസ്ഥാൻ, താജിക്കിസ്ഥാൻ ആ സ്ഥലങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെത്തിയത്. ഇവരുടേതാണ് വേദം എന്ന് പറഞ്ഞാൽ. വേദം എന്ന് പറഞ്ഞ പാരമ്പര്യം ഈ നാലാമത് വന്ന ജനവിഭാഗത്തിൻ്റെയാണ്. ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട് പല വഴികളും വംശങ്ങളുമായി തിരിഞ്ഞവരിൽ ഈ ഉപഭൂഖണ്ഡത്തിൽ പല കാലത്തായി ചേക്കേറിയ 4 വംശങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവയിൽ ഏറ്റവും ഒടുക്കം എത്തിയവരുടേതാണ് വേദങ്ങൾ. ഈ ഭാഗം, ചെറിയൊരു ഭാഗം ഞാൻ കോഴിക്കോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഒരു അതിദീർഘമായ ഒരു യാത്രയിലൂടെയാണ് ഇവർ ഈ ഇന്ത്യയിൽ ഇന്നത്തെ പാകിസ്ഥാനിലാണ് പ്രധാനമായിട്ടും. വേദങ്ങളുടെ ഭൂമി വാസ്തവത്തിൽ പാകിസ്ഥാനിലാണ് ഇന്ന് കിടക്കുന്നത്. വിശാല പഞ്ചാബിൻ്റെ വലിയൊരു ഭാഗവും ഇന്ന് പാകിസ്ഥാനിലാണ്. ഈ അതിദീർഘമായ പുരാതന യാത്രയുടെ മുദ്രകൾ ഒരു ചെസ്സ് കളിയിൽ പുരാതന യുദ്ധങ്ങളുടെ എന്ന പോലെ, ചെസ്സ് കളി വാസ്തവത്തിൽ പഴയ യുദ്ധങ്ങളുടെ നീക്കമാണ്. അതുപോലെ ഇന്നത്തെ വേദ സാഹിത്യത്തിലും അതിൻ്റെ വേദങ്ങളുടെ യാഗങ്ങൾ തുടങ്ങിയ ചടങ്ങുകളിലുമൊക്കെ ഈ യാത്രയുടെ മുദ്രകൾ മുദ്രിതക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒരു ബിഫോർ കോമൺ എറ, ബിഫോർ കോമൺ എറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോമൺ എറ 2014 2014 കോമൺ എറ എന്ന് പറഞ്ഞാൽ CE. അതിന് തുടങ്ങുന്നതിനും 2000 വർഷം മുമ്പേ ഈ നമ്മളീ പറഞ്ഞ വേദഭാഷ ഉണ്ടായില്ല. ആ വേദഭാഷയുടെ പൂർവികയായ ഇൻഡോ ഇറാനിയൻ ഭാഷ സംസാരിച്ചിരുന്ന ഗോത്രങ്ങൾ ഈ യൂറാൽ മലകൾക്ക് തെക്കു ഭാഗത്തുള്ള സ്റ്റെപ്പി പ്രദേശങ്ങളിൽ അധിവസിച്ചിരുന്നു. കാസ്പിയൻ കടലിന് വടക്ക് കിഴക്കായാണ് ഈ പ്രദേശം. ഇതാണ് നമ്മൾ പറയുന്ന ഭാഗം. അത് ഇത്ര ക്ലിയർ ആണോ എന്നറിയില്ല. ഇവിടെ കാണാം, കാസ്പിയൻ കടൽ കാണാം. അപ്പോൾ ഇതിൻ്റെ വടക്ക് കിഴക്കായാണ് നമ്മളീ പറഞ്ഞ ഇന്നത്തെ നമ്മുടെ വേദ സമൂഹത്തിൻ്റെ പൂർവികന്മാർ താമസിക്കുന്നത്. ഈ ഭാഗത്താണ് ഇവർ
ഒരു ഭാഗത്ത് സ്ഥിരമായിട്ടുള്ള ആൾക്കാരല്ല. പിന്നീടാണ് ഈ സ്ഥിരതയൊക്കെ വരുന്നത്. നമ്മളിന്ന് അത് ഫ്രിറ്റ്സ്റ്റാൾ പറയും, ഈ ഗ്രാമം എന്ന വാക്കിന് സംഭവിച്ച വിവിധ കാലങ്ങളിലൂടെ ഗ്രാമം എന്ന വാക്ക് എങ്ങനെ ഇവോൾവ് ചെയ്തു, നമ്മളത് യുക്തിപത്തിൽ പറഞ്ഞിട്ടുള്ള ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ സംഘമായി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും, നാടോടികളെ പോലെയാണിവർ. അവരുടെ പുതിയ പുൽമേടുകൾ, മേച്ചിൽപ്പുറങ്ങൾ തേടി അവർ തെക്കോട്ട് യാത്ര തിരിക്കുകയാണ്. ഈ തെക്ക് ഭാഗത്തേക്ക് ഉള്ള യാത്രയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കാസ്പിയൻ കടൽ, തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോകാൻ നിവൃത്തിയില്ല, ഇവിടെ കാസ്പിയൻ കടലാണ്. അപ്പോൾ ചില സംഘങ്ങൾ നേരെ തെക്കോട്ട് പോയി ഇറാനിലെത്തിച്ചേർന്നു. അവരുടെ ഭാഷയാണ് ഇറാനിയൻ. അതുകൊണ്ടാണ് ഇറാനിയൻ ഭാഷയും വേദഭാഷയും തമ്മിൽ വലിയ ബന്ധം ഇരിക്കുന്നത്. ദേവാസുര യുദ്ധമൊക്കെ അങ്ങനെയാണ് വരുന്നതെന്ന് ചില ദിക്കിൽ വായിച്ചു. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഇൻഡോ യൂറോപ്യൻ എന്ന ആദിമ ഭാഷയിൽ നിന്നാണ്, ഇതാണ് ഇൻഡോ യൂറോപ്യൻ ആദിമ ഭാഷ. അതിൽ നിന്ന് ഇൻഡോ ഇറാനിയൻ ഭാഷയും, ഇതിന് ഇറാനിയനും ഇൻഡോ ആര്യൻ നമ്മൾ പറഞ്ഞാൽ വേദഭാഷ. ഇങ്ങനെയാണ് ആ ഭാഷകളുടെ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. തെക്കോട്ട് വരികയാണ്, കാസ്പിയൻ കടൽ ഈ ഭാഗത്ത് നിന്ന് അവർ തെക്കോട്ട് വന്ന് ഇറാനിലേക്കും ഇന്ത്യയിലേക്കും വരികയാണ്. ഇതിൻ്റെ ചില തെളിവുകൾ കാണാം നമുക്ക്. ഇപ്പോൾ ഇന്ന് കേരളീയ ഇവരുടെയാണ് വേദങ്ങളൊക്കെ. ഇന്നും കേരളത്തിൽ നടക്കുന്ന ഈ ബ്രാഹ്മണന്മാരൊക്കെ, കേരളത്തിൽ നടക്കുന്ന ബ്രാഹ്മണന്മാരുടെ അവരുടെ ഭാഷ, ഈ സംസ്കൃതവും അവരുടെ വേദങ്ങൾ, അവരുടെ ചടങ്ങുകൾ, ഇതൊക്കെയും എന്താ പറയുക, അതിൽ നിന്ന് ചില സാദൃശ്യങ്ങൾ നമുക്ക്. ഇപ്പം ഒരേ പൂർവ്വയിൽ നിന്നുണ്ടായിട്ടുള്ള രണ്ട് മച്ചന്മാരാണ് ഇവർക്ക് രണ്ടുപേരുടെയും സ്വഭാവം, രണ്ടുപേരും നമ്മൾ പേരെടുക്കുന്നതാണ്. ഇങ്ങനെ ഒരു പൂർവ്വീനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആ സ്വഭാവങ്ങൾ അവർ പങ്കിടുന്നതാണ്. ഇതുപോലെ സൈബീരിയയിലെ ഷമാന്മാർ, നമ്മൾ ഈ പറഞ്ഞ ഏറിയയിൽ ഇന്ന് സൈബീരിയയിലുള്ളവർ വേറൊരു മച്ചന്മാരാണ്. ഈ ആദ്യ ഇന്തോ യൂറോപ്യൻ ഭാഷ സംസാരിച്ചിരുന്ന ഗ്രൂപ്പിൽ നിന്ന് വേർപിരിഞ്ഞ് പോയിട്ടുള്ള വിവിധ ഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ. അതിൽ ആ കേരളീയ ബ്രാഹ്മണൻ ചെയ്യുന്ന ഒരു ഹോമവും ഈ സൈബീരിയൻ ഷാമൻ ചെയ്യുന്ന ഹോമവും തമ്മിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സാദൃശ്യം കാണാൻ പറ്റും. At the domestic altar, an oblation is made to Vishwakarman, architect of the universe. അഗ്നി ആണ് വഹിച്ചുകൊണ്ടുപോകേണ്ടത്. അഗ്നിയും ഒരു ദേവനാണ്. അഗ്നി ചെയ്യുന്ന വേറൊരു കൃത്യം എന്ന് വെച്ചാൽ മറ്റു ദേവന്മാർക്കുള്ള ഈ ഇവരുടെ ഹോമദ്രവ്യങ്ങൾ ഹവിസ് വഹിച്ച് മറ്റു ദേവതകൾക്ക് എത്തിക്കുക. അതും കൂടി അദ്ദേഹത്തിന്റെ ധർമ്മമാണ്. While performing a purification ritual, he appeals to a benevolent deity known as Algis. The shaman stands at the site of the gigantic rupture that almost broke the Siberian mainland in two more than 500 million years ago. It was at that time that the fanciful Lena pillars were formed. The shaman pleads with the wind to drive all evil to the Arctic Ocean and clear the skies to reveal the warmth of the sun. Victor treats the white creator to fermented mare's milk poured from a Yakutian bowl called a charon. He performs his rituals only in the daytime. Victor never uses a tambourine. ഒരു 4000 വർഷം മുമ്പ് വേർപിരിഞ്ഞു പോയ ഒരു മച്ചനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ രണ്ട് പുരോഹിതന്മാര് ചെയ്യുന്ന രീതികൾ തമ്മിലുള്ള സാദൃശ്യം, ആ അടിസ്ഥാന ആശയം പങ്കിടുന്നുണ്ട്. ഭാഷയിൽ പോലും കാണാം. ഈ ഭാഷയും പിന്നെ മറ്റിപ്പം ഇംഗ്ലീഷ്, ലാറ്റിൻ തുടങ്ങിയുള്ള ഭാഷകളിൽ പോലും വലിയ സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തെക്ക് കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങിയ സംഘങ്ങൾ ഇന്നത്തെ കസാക്കിസ്ഥാൻ പ്രദേശത്തുകൂടെ ഇന്ന് ചൈനയുടെ ഭാഗമായ ടാരിം ബേസിൻ പ്രദേശത്ത് എത്തിച്ചേർന്നു. ആ യാത്രയാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു ദീർഘയാത്രയുടെ മുദ്രകൾ നമ്മൾ പറയണ്ടേ. ഇതാണ് ടാരിം ബേസിൻ എന്ന് പറഞ്ഞത്. നമ്മൾ ആ വലിയ മാപ്പിൽ നിന്ന് ഇവിടിങ്ങോട്ടെത്താണ്. ഇവിടെയാണ് നമ്മുടെ കടൽ. തെക്ക് കിഴക്കോട്ട് നീങ്ങുന്ന വിഭാഗമാണ് ഇവർ ചൈനയിലെ ടാരിം ബേസിൻ പ്രദേശത്ത്. അതെന്ത് ഈ ടാരിം ബേസിൻ പറയാൻ കാരണം, അത് നമ്മുടെ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ടാരിം ഏരിയയിൽ നിന്ന് ഒരുപാട് മമ്മികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മമ്മികൾ
അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു പോയിന്റ് ഉണ്ട് അവർ ആ വന്ന വഴി അറിയാപ്പെടുത്താൻ. ടാരിം ബേസിനിൽ നൂടെ അവിടെ നിന്നാണ് താഷ്കന്റ്, ഈ ടാരിം പ്രദേശ് എത്തുന്നത് താഷ്കന്റിന്റെയും കാഷ്ഗറിന്റെയും ഇടയിലൂടെ. ഈ പ്രദേശത്ത്, അതായത് ടാരിം ബേസിൻ ഏരിയയിൽ നിന്നാണ് പാമീർ മലനിരകൾക്കിടയിലൂടെ പിൽക്കാലത്തെ ഋഗ്വേദ രചയിതാക്കളുടെ പൂർവികർ അഫ്ഗാനിസ്ഥാനിലെത്തുന്നത്. വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തുന്നത്, ടാരിം ബേസിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക്. ഈ നമ്മുടെ ഈ പഴയ ടാരിം ബേസിന്റെ ഏരിയയിൽ കാണാൻ പിന്നെയാണ് ഇവിടെയാണ് സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പട്ടുപാത, പ്രസിദ്ധമായ പട്ടുപാത പിന്നെ ഉണ്ടാവുന്നത്. ഈ വഴിയിലാണ് ഈ ടാരിം ബേസിൻ പ്രദേശത്ത് നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള യാത്രാ മാർഗത്തിലാണ് മുസ്തക അത്ത എന്നിന്ന് വിളിക്കുന്ന പർവ്വതം, മുസ് മലയുടെ പിതാവ് എന്നാണ്. ഇതാണ് മുജവത് പർവ്വതം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ആ പ്രത്യേകം പോയിന്റ് പറയാൻ കാരണം. അത് ആ യാത്രയുടെ ഒരു മുദ്ര അവിടെ കിടക്കുന്നതാണ്. ഇത് ചൈന അവിടെ ഉണ്ടാക്കിയുള്ള കാരക്കോറം ഹൈവേയിൽ നിന്ന് ഈ മുസ്തക അത്ത എന്ന മലയെ കാണുന്നതാണ്. ഈ യാഗത്തിൽ ഇതെന്തിനു പറയുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഇവരുടെ ആര്യൻ എന്ന് വിളിക്കുന്ന ഇൻഡോ യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്ന വഴിയും അവർ അതിനെ വിശദമാക്കാൻ വേണ്ടിയാണ് ഈ ഇവിടെ യാഗത്തിന്റെ കാര്യം പറയാൻ കാരണം. യാഗത്തിൽ സോമലത വിലക്ക് വാങ്ങുക എന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ചടങ്ങിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ സോമലത, The Soma cow leads the way to the Soma plants, which lie on a bullock skin, ready to be bought. അതിത്യന്തേവം സവിധാനമൂന്യോ കവിക്രതുമത്താമി സത്യതപസം പ്രിയം ഊർധ്വായസ്യാമതിർഭാദിദ്യുതീമനിഹിരണ്യവാണിരമിനീലസുക്രദുഃഖൃതാസുവാ സോമവിക്രയിന്ദ്രയ്യസ്തേ സോമാ തപസസ്തനൂരസേ പ്രജാപവേർവർണസ്തസ്യാസ്തേ സഹസ്രവോഷം ബുദ്ധ്യസ്യാത് ചരമേണ വസുനാ ക്രീണാമി വൈദേഹായ ശ്രയന്താം അല്ല പുതിയനായിട്ട് വേണം. പണം കൊടുക്കാം. ഇതില് ഈ ഒരു ചർച്ച എന്താണെന്നുള്ളതാണ്. സോമം കൊണ്ടുവരുന്നൊരു വ്യാപാരി ആയിട്ടാണ്, വ്യാപാരി എന്നൊരാളുണ്ട്. ഈ യജമാനൻ യോഗശാലയിൽ വെച്ച് സോമലത അളന്ന് നോക്കി വ്യാപാരിയുമായി ഒരു സംവാദം നടത്തും. സോമവ്യാപാരി, നിന്റെ സോമം വിൽക്കാനുള്ളതാണോ എന്ന് ചോദിക്കും. അപ്പോൾ വ്യാപാരി, അത് വിൽപ്പനക്കുള്ളതാണ്. ഇതൊന്നും ഇവർ അറിഞ്ഞുകൊണ്ടല്ല, ഇതിന്റെ അർത്ഥമൊക്കെ എന്നോ നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ ഈ ഫ്രിഡ്സ്റ്റാൾ എന്ന് പറഞ്ഞ സായിപ്പ് 975 മൂപ്പര് തന്നെ പല ദിക്കുന്നു ഫണ്ട് സംഘടിപ്പിച്ച് പാഞ്ഞാളി യാഗം നടത്തി ഒരു അനേക മണിക്കൂറുകൾ നീണ്ട റെക്കോർഡിംഗ് ഉണ്ടാക്കി വർഷങ്ങളോളം അതിന്റെ പിന്നിൽ അടയിരുന്നിട്ടാണ് ഈ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. കാര്യം ഇവർക്ക് അതിന്റെ അർത്ഥമൊന്നും അറിയില്ല. അത് അർത്ഥമൊക്കെ കാലാന്തരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ഭാഗത്തുനിന്ന് വരുന്നു എന്നൊക്കെ മെനക്കെട്ട്, അത് വലിയൊരു സേവനമാണ് അദ്ദേഹം ചെയ്തത്. അതാണ് ആധുനിക വീക്ഷണം എന്ന് പറയുന്നത്. വളരെ മെനക്കെട്ട് ഈ ഓരോന്നും ഈ മന്ത്രഭാഗങ്ങൾ വേദസാഹിത്യത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വരുന്നു, എന്താണ് ഇതിൻ്റെ അർത്ഥം. കാരണം ആ ഭാഷയെ അപരിചിതമായിപ്പോയി, അറിയില്ല. അതല്ല, പഴയ വേദസംസ്കൃതം ആർക്കും അറിയില്ല. പിന്നെ അർത്ഥങ്ങൾ അറിയേണ്ടതില്ല എന്നുള്ളതാണ് വേദങ്ങൾ പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ ഇതെന്താണ് പറയുന്നവർക്ക് അറിയില്ല. അപ്പോൾ ഇദ്ദേഹം കണ്ടെത്താണ്, സോമവ്യാപാരി, നിന്റെ സോമം വിൽക്കാനുള്ളതാണോ, ഇത് വിൽപ്പനക്കുള്ളതാണ്. ഇത് മുജവത് പർവ്വതത്തിൽ നിന്നുള്ളതാണോ, ഇത് മുജവത് പർവ്വതത്തിൽ നിന്നുള്ളതാണ്. ഞാൻ ഈ പശുവിന് പകരമായി നിന്നിൽ ഇത് വാങ്ങാം. അത് ഡയലോഗിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഈ മുജവത് പർവ്വതമാണ് നമ്മുടെ മുസ്തക അത്ത, ഈ വരുന്ന വഴിയാണെന്നാണ് കണ്ടെത്തുന്നത് വളരെ പഠനങ്ങൾക്ക് ശേഷം. ഈ ഇന്ന് മുസ്തക അത്ത എന്ന് പറയുന്ന ഇവർ അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്ന വഴിയിലുള്ള പർവ്വതത്തിലാണ്. അവിടുന്ന് പിന്നെയും പോന്നു. ഈ ഋഗ്വേദങ്ങൾ ഉണ്ടായിട്ടില്ല. ഋഗ്വേദമൊക്കെ പിന്നീടാണ് ഉണ്ടായി വരുന്നത്, പഞ്ചാബിൽ എത്തിയ ശേഷമാണ്. ഇവരുടെ ഇങ്ങോട്ട് തെക്കോട്ടുള്ള യാത്രയിൽ തെക്ക് കിഴക്കോട്ട് വന്ന് വേദങ്ങൾ ഉണ്ടാകുന്നത് പിന്നീട് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പോന്ന ശേഷം വിശാല പഞ്ചാബ് എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന പഞ്ചാബിലാണ്. അവിടെയാണ് വേദങ്ങളുടെ ഋഗ്വേദത്തിൻ്റെ പിറവി ഉണ്ടായത്.
അപ്പോൾ വേദങ്ങളുടെ ഭൂമി സിന്ധു താഴ്വരയാണ്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി ഇന്ന് കിടക്കുന്ന വിശാല പഞ്ചാബ്. ഈ വേദങ്ങളിലെ ഏറ്റവും പഴയതായ ഋഗ്വേദം കുറെ കൂടി വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ പർവ്വതങ്ങളെയും നദികളെയും കൂടി പരാമർശിക്കുന്നുണ്ട്. ഈ ഋഗ്വേദം എന്നത് ഉണ്ടാവുന്നത് ഒരു 1700-1100 ബിഫോർ കോമൺ എറ എന്ന് പറയാം. കോമൺ എറക്ക് മുമ്പേ, അതായത് നമ്മളെ ഇന്നത്തെ 2013 പിന്നോട്ട് ഒരു 1700 കൊല്ലം. അപ്പോൾ ഇങ്ങനെ വന്നാലും ഒരു 4000 കൊല്ലത്തിലപ്പുറം പിന്നോട്ട് പോവില്ല. 4000 കൊല്ലത്തിനിപ്പുറത്താണ്. ഇവിടെ നിന്ന് പിന്നെ ഇവർ പോകുന്നത് പിന്നെ കിഴക്കോട്ടാണ്. ഈ വേദഭൂമിയിൽ നിന്ന് ഇങ്ങോട്ടാണ് പിന്നെ കിഴക്കോട്ട് നീങ്ങാൻ. ഈ ഋഗ്വേദത്തേക്കാൾ ആധുനികമായാണ് യജുർവേദം, സാമവേദങ്ങളും. ഇതൊക്കെ ഉണ്ടാവുന്നത് പിന്നെയും കുറച്ചൊരു 1000 വർഷത്തോളം, ഒരു 1700 വർഷങ്ങൾ കഴിഞ്ഞ് BCE 1000 അടുപ്പിച്ചാണ്. അപ്പോഴേക്കും വേദിക ജനതയുടെ കിഴക്കോട്ടുള്ള പ്രയാണത്തിൽ അവരുടെ സാമൂഹ്യ രാഷ്ട്രീയ കേന്ദ്രം എന്ന് പറയുന്നത് കുരുമഹാഗോത്രം, ഇന്നത്തെ ഡൽഹിക്ക് അടുത്തുള്ള കുരുമഹാഗോത്രത്തിനാണ്. അപ്പോൾ ഈ ഋഗ്വേദം ഒഴിച്ചുള്ള വേദങ്ങളൊക്കെ മിക്കവാറും ഉണ്ടായി വരുന്നത് ഇവർ ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് എത്തിയ ശേഷമാണ് വേണമെന്ന് പറയാം നമുക്ക്. സിന്ധു ഈ ഗംഗാതടത്തിലെ ഈ കുരുമഹാഗോത്രത്തിൽ എത്തിക്കഴിഞ്ഞ ആ ഭാഗത്തു നിന്നാണ് പിന്നീടുള്ള വേദങ്ങൾ ഉണ്ടാകുന്നത്. ഇത് എവിടെയുണ്ടായി, ആരെഴുതി എന്നുള്ള ഉത്തരങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് കുരു പാഞ്ചാല, ഈ ഡൽഹിയിലെ കുരുമഹാഗോത്രം, ഇന്നത്തെ ഡൽഹിക്ക് അടുത്തുള്ള കുരുമഹാഗോത്രം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ നമ്മൾ കാണുന്ന യാഗങ്ങളൊക്കെ ഏതാണ്ട് BCE 1000 അടുപ്പിച്ച് ഉണ്ടായി വന്നത്. ഇതിലും ഈ യാത്രയും നമ്മുടെ ഈ യാഗത്തിലൊരു നാടകമായി ആടപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയില്ല. ഇത് പഠിക്കുന്നവർ മനസ്സിലാക്കുന്നു. ഫ്രിറ്റ്സ്റ്റാൾ പറയുന്നത് അങ്ങനെയാണ്. ഒരു ആചാരം കാണാം നമുക്ക്. ഇത് തീയും എടുത്തുകൊണ്ടുള്ളൊരു യാത്രയുണ്ട്. കിഴക്കോട്ട് യാത്രയാണ്. കിഴക്കോട്ട് തീയുമായി നടത്തുന്ന യാത്ര. അത് ഈ വേദജനതയുടെ ഈ വിശാല പഞ്ചാബിൽ നിന്ന് പിന്നീടുള്ള കിഴക്കോട്ടേക്ക് വന്ന യാത്രയെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നാണ് ഫ്രിറ്റ്സ്റ്റാൾ മനസ്സിലാക്കുന്നത്. ആത്മയേ പ്രണീയമാനായാനുബ്രൂഹി. Fire begins its journey from the world of men to the world of the gods. സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ പഴയ ഗോത്രങ്ങളൊക്കെ നമുക്ക് കാണാം. അവരുടെ വേഷങ്ങളൊക്കെ തന്നെ ഒരു തോർത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സൈബീരിയൻ ഷാമാൻ കസിൻ വളരെ ആ കാലത്തിന് അവിടുത്തെ വേഷങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലമാണ്. ഇവിടെ ആ പഴയ വേഷങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇത് ഏതാണ്ട് ഇതുപോലെയാണ് നമ്മുടെ നമ്പൂതിരിമാരുടെ വേഷവും. ആ പഴയ ട്രൈബിൻ്റെ കാലത്തുള്ള വേഷമാണ്. ഇത് അൻഡമാനിലുള്ള ട്രൈബുകളാണ്. ഇവരൊരു യാത്ര പോകുമ്പോൾ തീയും കൊണ്ടേ പോകും. ഇന്ന് മറ്റൊരു ഗോത്രമായിട്ടും മനുഷ്യരായിട്ടും ബന്ധമില്ലാതെ ഇപ്പം അടുത്ത കാലത്ത് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള അന്തമാനിലെ ആദിവാസികൾ മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് തീയാണ് എന്നാണ്. അത് അവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്നൊരു സാധനമാണ് തീ വഹിച്ചുകൊണ്ടാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് തീ എന്നുള്ളത്. തീ വഹിച്ചുകൊണ്ടാണ് ഓരോ യാത്രയും. അപ്പോൾ ഇതുപോലൊരു പുരാതന യാത്രയാണ്. തീയെ മെരുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ടെക്നോളജിയാണ് ആ കാലത്ത്. അതുകൊണ്ടാണ് ഈ അരണി കളഞ്ഞ് തീ ഉണ്ടാക്കിയ മറ്റേ തീയൊന്നും ഉപയോഗിക്കില്ല. ആരും തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ച് യാഗം ചെയ്യില്ല. അന്നത്തെ ടെക്നോളജിയാണത്. അപ്പോൾ ഈ പുരാതന യാത്രയുടെ മുദ്രയാണ് ഈ നമ്മൾ കണ്ട യാഗത്തിലെ തീയും വഹിച്ചുള്ള കിഴക്കോട്ടുള്ള യാത്ര എന്നാണ് ഫ്രിറ്റ്സ്റ്റാൾ പറയുന്നത്. അപ്പോൾ അതിലിതാണ് ഇന്ദ്രന്റെ കാൽപ്പാടുകൾ പിന്തുടരുക എന്നാണ്. കോമ്രേഡ്സ് ഫോളോ ഇൻ ഇന്ദ്രാസ് ഫുഡ് സ്റ്റെപ്സ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് എന്താണത്? പടനായകനെ ഓർമ്മിപ്പിക്കുന്ന പുരോഹിതനാണെന്നാണ്. അത് ആ ഒരു പ്രീസിന്റെ പോലെയുള്ള ഒരു പടനായകനെ പോലെയാണ് യാത്ര. മുന്നിൽ തീയുമായി ഇവരാൾ യാത്ര, തീ എടുത്തുകൊണ്ട് പടനായകൻ മുന്നോട്ട് പോവുകയാണ്. അത് ആ പുരാതന യാത്രയുടെ മുദ്രയാണെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമുക്കിതിൻ്റെ പഴക്കത്തെക്കുറിച്ച്, ഏത് കാലത്തും ഇതുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചുള്ള നമ്മുടെ സൂചനകൾ. പക്ഷേ സമകാലിക വേദപ്രേമികൾ ഒരു 10,000 കൊല്ലത്തെ പഴക്കം ഇതിന് കൊടുത്തേ അവർക്ക് സമാധാനമുള്ളൂ. നേരത്തെ ഒക്കെ 1,00,000 എന്നൊക്കെ പറയും. ഒരു മായയില്ലാണ്ട് ലക്ഷങ്ങൾ കോടികൾ എന്നൊക്കെ പറയും കൊല്ലങ്ങളാണ്. ഇപ്പം അത്രയും അങ്ങോട്ട് പറയാൻ ധൈര്യം. ഇതിലൊരു 10,000 കൊല്ലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം. അതെന്താണ് നമുക്കൊന്ന് കേൾക്കാം. 10,000 കൊല്ലത്തിൻ്റെ കണക്ക്. So when you calculate it systematically, you can see that the Vedas might have reached the present form about
10,000 years ago. Archaeological evidence is given through the studies from Kalibangan, Bhagwanpura, Mehergarh, Chinchudaro and so on. A clear indication of Indian historical knowledge starts from BC 8275 again. So BC 8000 plus AD 2000 archaeological evidence about 10,000 years. എവിഡൻസ് പുരാവസ്തു ശാസ്ത്രം. കാരണം എന്താണ്? അതാണ് എന്തുകൊണ്ടാണ് മൂപ്പര് പറയുന്നത്? ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ കഥയൊന്നും മൂപ്പര് ആക്സെപ്റ്റബിൾ അല്ല. നമ്മൾ ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഇപ്പൊ ഈ നരവംശ ശാസ്ത്രജ്ഞന്മാരും പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരും ഓരോ ആൾക്കാരും ഈ ഭാഷയെ പഠിക്കുന്നവരും ഈ നമ്മുടെ ഒരു ശാസ്ത്രത്തിന്റെ ലോക ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥത്തിൽ നിന്നല്ല, ഒരുപാട് രംഗങ്ങളിൽ നിന്ന് വരുന്ന തെളിവുകളൊക്കെ കൂടെയാണ് നമ്മുടെ ചിത്രം ഉണ്ടാക്കുന്നത്. അതിൽ ഭാഷാശാസ്ത്രം മുതൽ നരവംശാസ്ത്രം മുതൽ പരിണാമശാസ്ത്രം, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഇടചേർന്നാണ് നമ്മുടെ പ്രപഞ്ചത്തെ ഒരു നമ്മുടെ ചരിത്രബോധവും നമ്മുടെ ശാസ്ത്രത്തിന്റെ ലോകവീക്ഷണം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ആര്യന്മാരും വന്നിട്ടില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നിട്ടില്ല. ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ, നിരീശ്വരവാദികൾ ഉണ്ടെങ്കിൽ, യുക്തിവാദികൾ ഉണ്ടെങ്കിൽ, ഭാരത പൈതൃകത്തെ പുച്ഛിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാം. തന്നെത്താനെ ഉണ്ടാക്കിയ സിദ്ധാന്തം ആര്യന്മാരിവിടെ ഭാരതീയ പൈതൃകത്തെ ഇങ്ങനെയാണ് പുച്ഛിക്കുകയും അപകീർത്തിക്കുകയും ചെയ്യുക. നമ്മളിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ രീതിയിൽ ഇതിന് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ഇതൊരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഇതിനെ പരിഹാസ്യമാക്കുന്ന ഇവരാണ്. ഈ വേദപ്രചാരകരാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ വികൃതവും അപഹാസ്യവുമാണ്. ഒന്ന് ചിന്തിക്കാം. തന്നെത്താനെ ഉണ്ടാക്കിയ സിദ്ധാന്തം ആര്യന്മാരിവിടെ വന്നു. ഇവിടെ ആര്യന്മാരും വന്നിട്ടില്ല, ഒരു മണ്ണാങ്കട്ടയും ഇവിടെ വന്നിട്ടില്ല. അത് തെളിവൊന്നുമില്ല, ദേഷ്യം വരികയാണ് അങ്ങോട്ട്. ഇവിടെ ആര്യന്മാരും വന്നിട്ടില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നിട്ടില്ല. അപ്പൊ ഈ കാലിബംഗാൻ, ഭഗവാൻപുര, മെഹർഗർ, ചിഞ്ചുദാരോ ആൻഡ് സോൺ എന്നാണ് അതിൽ ഈ ആൻഡ് സോ ഓൺ ഒഴിച്ച് ബാക്കിയൊക്കെ നോക്കി. ഇതൊക്കെ എവിടെയാണ്? ഒക്കെ സിന്ധു നദിയുടെ നാഗരികതയുടെ ഓരോരോ സൈറ്റുകളാണ്. അപ്പൊ അദ്ദേഹം രണ്ട് വാക്ക് വളരെ ബോധപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്: മോഹൻജദാരോ, ഹാരപ്പ. കാരണം ഇത് പറഞ്ഞാൽ കളി അപ്പം പോയി, ഇയാളെ കാര്യം പോയി. അത് എല്ലാ സ്കൂൾ കുട്ടിക്കും അറിയാം. ഈ മോഹൻജദാരോ, ഹാരപ്പ എന്നുള്ള വാക്ക് കേട്ടാൽ ഇത് ഏത് സംസ്കാരത്തെക്കുറിച്ചാണെന്ന് പറയുന്നത് അറിയാൻ 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ആ രണ്ട് വാക്ക് മൂപ്പര് മനഃപൂർവ്വം മിണ്ടിയില്ല. ഇതൊക്കെ സിന്ധു നദീതട ഏരിയയിലുള്ള വിവിധ സൈറ്റുകളാണ്. അറ്റ് ധോളവീര മുതൽ അങ്ങ് കുനാൽ, വെനാവാലി, കാലിബംഗൻ, ഈ പറഞ്ഞ ചിഞ്ചുദാരോ, ഇതാണ് ചിഞ്ചുദാരോ. ഇവിടെയാണ് ചിഞ്ചുദാരോ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരാണ്, ഇവിടെയാണ് ചിഞ്ചുദാരോ. ഇതൊക്കെ ഒരേ സംസ്കാരത്തിന്റെ വിവിധ സൈറ്റുകളാണ്. അതുപോലെയാണ് ഹാരപ്പ, കാലിബംഗൻ, ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ സിന്ധു നദിയുടെ നാഗരികതയുടെ വിവിധ സൈറ്റുകളാണ്. അതിൽ ഹാരപ്പ, മോഹൻജദാരോ എന്ന് പറഞ്ഞ പോലെയാണ് ചിഞ്ചുദാരോ എന്ന് പറഞ്ഞാലും. മൂപ്പരെന്ത് ചെയ്തു? ഏറ്റവും പ്രധാനമായ നമുക്ക് പരിചയമുള്ള രണ്ട് വാക്കുകൾ ഒഴിവാക്കി വേറെ 4 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വേറെന്തോ ഒരു സംഭവമാണ് ഈ മൂപ്പര് പറഞ്ഞു വരുന്നത്. കാര്യം സെയിം സാധനം. സിന്ധു നദിയുടെ നാഗരികതയാണ് ഈ പറയുന്നത്. ഇന്നിഫക്റ്റ് പറഞ്ഞ എന്താണ്? സിന്ധു നദിയുടെ നാഗരികത വേദിക സംസ്കാരമാണ്. ഇത് ദ്രാവിഡന്മാരുടെ സാധനമാണ്. ഈ നമ്മുടെ ഈ ഇവിടെ യുറാൽ, കാസ്പിയൻ കടലിന്റെ സൈഡിൽ നിന്ന് നമ്മുടെ ഇൻഡോ യൂറോപ്യന്മാർ വരുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഇവിടെയുള്ള ഒരു സംസ്കാരമാണ് സിന്ധു നദിയുടെ നാഗരികത. അത് ഇതിൻ്റെ കൂടെ കൂട്ടിക്കിട്ടുക വളരെ ഭംഗിയായിട്ട്. ഇത് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് വെച്ചാൽ ഈ ഹാരപ്പയില് ഈ ഹോഴ്സ് പ്ലെയിൻ ഹാരപ്പ എന്ന് പറഞ്ഞാൽ ഇത് പത്രത്തിൽ അന്ന് വന്നാണ്, ഫ്രണ്ട് ലൈനിൽ വന്ന 2000-ൽ. ഈ ഹാരപ്പൻ സംസ്കാരത്തെ വേറെ സംസ്കാരമാക്കാൻ വേണ്ടി വളരെ ഗംഭീരമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ അമേരിക്കയിലെ കുറേ ഇന്റലക്ച്വൽ ക്ഷത്രിയകൾ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ പ്രധാനമായിട്ടും എഞ്ചിനീയർമാരാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ സിദ്ധാന്തങ്ങൾ അടിച്ചിറക്കി അത് പല അഭ്യാസങ്ങളിലൂടെ ഇവിടെയുള്ള അവരുടെ കൂട്ടാളികളും പലപ്പോഴും ഭരണത്തിനുണ്ടായിരുന്നവരൊക്കെ ആയിട്ട് ഉള്ള സഹകരണത്തോടുകൂടി അതിങ്ങനെ അടിച്ച് പ്രചരിപ്പിക്കും. ഇതാണ് യഥാർത്ഥത്തിലുള്ള ചരിത്രവിജ്ഞാനം എന്ന നിലയിൽ. ഇതുപോലെ ഒരു ചളിപ്പുമില്ലാതെ നുണകൾ അടിച്ചിറക്കും. അത് വലിയ കേമായിട്ട് ഇവിടുത്തെ പല അക്കാഡമിക് ബോഡികളും
എടുത്ത് നമ്മുടെ സംസ്കാരം, മഹത്തായ സംസ്കാരം ഒരു 5000 കൊല്ലം കൂടി എക്സ്ട്രാ കിടക്കട്ടെ എന്ന്. 4000 ഒരു 6000 5000 കൊല്ലം, അപ്പോൾ ഒരു 5000 വർഷത്തെ സീനിയോറിറ്റി കിട്ടുന്ന ഇടപാടായതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ്. നമ്മുടെ സംസ്കാരം മഹത്താവുകയാണല്ലോ, കേട്ടക്കട്ടെ അതും കൂടി. നമ്മുടെ സംസ്കാരത്തെ വേദിക സംസ്കാരമാണ് അനുഭവിച്ചിട്ടുള്ളത്. സിന്ധു നദിയുടെ നാഗരികത അവിടെ ഹോഴ്സ് പ്ലേ എന്നാണ്. അവിടെ ഒരു രാജാറാം എന്ന് പറഞ്ഞൊരു കക്ഷി ചെയ്ത് തുടങ്ങിയ പരിപാടിയാണിത്. മൂപ്പരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ സിന്ധു നദിയുടെ നാഗരികതയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവിധ അവശിഷ്ടങ്ങൾ നമുക്കുണ്ട്. അതിലൊരിടത്തും കുതിരയില്ല. കുതിര ഈ വൈദിക സംസ്കാരത്തിൻ്റെ സാധനമാണ്. കുതിര, രഥം, അത് വിശദമായി പറയാൻ എനിക്ക് ഒരു സമയം കിട്ടില്ല പ്രിപ്പയർ ചെയ്യാൻ. അതായത് ഒരു രസം എന്താ പറഞ്ഞാൽ, നമ്മുടെ ഈ രഥോത്സവങ്ങൾ കണ്ടിട്ടുണ്ടാവും. തെക്കേ ഇന്ത്യയിലെ ദ്രാവിഡന്മാരുടെ രഥോത്സവങ്ങളിലെ രഥങ്ങളുടെ ചക്രങ്ങൾ ആരക്കാലുകളില്ലാത്ത ചക്രങ്ങളാണ്. ഈ രഥങ്ങളുടെ ചക്രങ്ങൾ ആരക്കാലുകളില്ല, ഫ്ലാറ്റാണ്. ഈ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൽ ആരക്കാലുകളുള്ള ചക്രം. ഇതാണ് ആര്യന്മാർ കൊണ്ട സാധനം, വെയിറ്റ് കുറഞ്ഞ സാധനം. എൻ്റെ ഇടയിൽ മുഴുവൻ ആരക്കാലുകൾ, രഥങ്ങൾ, കുതിരകൾ വലിക്കുന്ന രഥങ്ങൾ. ഇത് ഇവരുടെ സാധനമാണ്. ഇവർ അന്ന് കൊണ്ടുവന്നല്ല, ഇവർ മനസ്സിൽ കൊണ്ടുവന്നാണ്. ഇവിടെ വന്ന് ചെയ്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന സാധനം ഇവിടെ. അപ്പം ഇതിലൂടെ മുഴുവൻ രഥങ്ങൾ കയറി വന്നു എന്നല്ല പറയുന്നത്. ഈ രഥങ്ങൾ എന്ന സംഗതി, ഈ പുതിയ ആശയം ഇരുമ്പ് യുഗത്തിൻ്റെ ആൾക്കാരായിട്ടുള്ള ഇൻഡോ യൂറോപ്യൻ ആര്യന്മാരെന്ന് പറഞ്ഞാൽ ഇൻഡോ യൂറോപ്യന്മാർ കൊണ്ടുവന്ന ഒരു സാധനമാണ്. ഇത് അതുപോലെയാണ് കുതിരകൾ. അപ്പം ഈ നമ്മുടെ സിന്ധു നദിയുടെ നാഗരികതയിൽ നോക്കിയാൽ അവരുടെ ചക്രങ്ങളൊക്കെ ആരക്കാലുകളില്ലാത്ത ചക്രങ്ങളാണ്. ഒറ്റ അന്ന് ആരക്കാലുള്ള ചക്രങ്ങളില്ല. ഇന്ന് നമ്മുടെ ദ്രാവിഡന്മാർ സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ഈ രഥങ്ങളുടെയൊക്കെ ചക്രങ്ങൾ ഈ പഴയ സാധനമാണ്. സിന്ധു നദിയുടെ നാഗരികതയുടെ ബാക്കിക്കാരാണ് ദ്രാവിഡന്മാർ. അവർക്ക് എന്തേ സംസ്കാരമില്ലാതെ പോയി എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ എത്രയോ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സൗത്ത് അമേരിക്കയിലുള്ള വലിയ വലിയ സംസ്കാരങ്ങൾ, നമ്മൾ നേരത്തെ കാണിച്ച വലിയ പിരമിഡുകളൊക്കെ ഉണ്ടാക്കിയ സംസ്കാരങ്ങളുണ്ടല്ലോ, അവരുടെ വിശാലമായ നഗരങ്ങളൊക്കെ ഒരു 14ാം നൂറ്റാണ്ടിലൊക്കെയാണ് അവർ ഉപേക്ഷിച്ചിട്ട് അവർ കാട്ടിലേക്ക് പോകുന്നത്. എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. ചിലപ്പോൾ മിക്കവാറും അവരുടെ പരിസ്ഥിതി ദുരന്തങ്ങളാവാം എന്നാണ് പറയുന്നത്. ഉപേക്ഷിക്കേണ്ടി വന്നു. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ടു. ഈ ഉപേക്ഷകളും തിരിച്ചുപോക്കുകളും അസാധാരണങ്ങളല്ല. അതുപോലെ ഒരു തിരിച്ചുപോക്കാണ് ദ്രാവിഡന്മാരുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഒരു വലിയ നാഗരികതയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ആ നാഗരികത ഉപേക്ഷിച്ച് വീണ്ടും പിന്നോട്ട് പോയ അതിൻ്റെ ചില ഓർമ്മകളാണ്. പക്ഷെ അന്നും അവർ ക്യാരി ചെയ്യുന്ന ചില ഓർമ്മകളാണ് നമ്മൾ ഈ ചക്രങ്ങളിൽ, തെക്കേ ഇന്ത്യയിലെ ചക്രങ്ങളിൽ ആരക്കാലുകളില്ലാതെ വരുന്നതിൻ്റെ സംഗതി. അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്താണ്, ഈ സിന്ധു നദിയുടെ നാഗരികതയിൽ എങ്ങും ഒരൊറ്റ കുതിരയുടെ സീലില്ല. ആ കാളകളുണ്ട് അവിടെ, ഒറ്റക്കൊമ്പുള്ള കാളകൾ. ഒറ്റക്കൊമ്പുള്ള കാളയുടെ സീലാണ് നമ്മൾ കാണുന്നത്, ഒരു ഹാരപ്പൻ സീലാണ്. അപ്പോൾ ഇതിനെ ഈ രാജാറാം എന്താക്കി, ഒരു കുതിരയാക്കി. എങ്ങനെ ചെയ്തു? ഇപ്പം നമ്മൾ അമൃതാനന്ദമയി ചെയ്യുന്ന പോലെ, അമൃതാനന്ദമയിയുടെ ഫോട്ടോഷോപ്പ് കണ്ടിട്ടില്ലേ? ഈ ഒരു ശിഷ്യൻ ആദ്യകാലത്തിൻ്റെ, ഇതാണ് നമ്മുടെ ഗെയിൽ, ഇപ്പം പുസ്തകം എഴുതി പിന്നെ വലിയ കുഴലക്കം ഉണ്ടാക്കിയ അമൃതാനന്ദമയിയുടെ അടുത്ത ഗായത്രി എന്ന അടുത്ത സഹചാരി, ആദ്യകാലമേ ഉണ്ടായിരുന്ന ആൾ, ആദ്യകാല ഫോട്ടോ ആണ്. അതിൽ ഒരു കക്ഷിയെ ഇപ്പോഴത്തെ ഫോട്ടോയിൽ കാണാനില്ല. എന്താ കാരണം എന്നറിയില്ല. എന്തോ കാരണം കൊണ്ട് ഒരു സായിപ്പാണ്, തൊട്ട് പിന്നിൽ നിൽക്കുന്ന സായിപ്പിനെ പുതിയ ഫോട്ടോയിൽ കാണാനില്ല. അവിടെ ഒരു ഗ്യാപ്പാണ്. അവിടെ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് ഈ ചെടിയെ രണ്ടാമതും വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് ശരിയാക്കി അവിടെ ഫോട്ടോഷോപ്പ് ചെയ്തു. അയാളങ്ങ് തട്ടിക്കളഞ്ഞു. ഈ മനുഷ്യൻ അനഭിമതനായൊക്കെപ്പോൾ അയാളെ അങ്ങ് നിഷ്കാസനം ചെയ്തു. ഇതിവർ മാത്രമല്ല, പല സ്ഥാനങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ്. റഷ്യയിലൊക്കെ എത്രയോ നടന്നിട്ടുണ്ട് ഇതേപോലെ. കമ്മ്യൂണിസ്റ്റുകാരന്മാരൊക്കെ ഫോട്ടോകളിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. അതുപോലെ അപ്രത്യക്ഷമായതാണ്. അപ്പോൾ ഇവരെ വേദപ്രചാരകന്മാരാണല്ലോ. ഇപ്പം ഈ ആൾദൈവങ്ങളൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതേപോലെയുള്ള കമ്പ്യൂട്ടർ ടെക്നിക്ക് വെച്ചിട്ട് ഒരു 5000 കൊല്ലം സിന്ധു നദിയുടെ നാഗരികതയുടെ പിതൃത്വം കൂടി അടിച്ചു മാറ്റി. ഇത് ഹോഴ്സ് സീൽ എന്ന് പറയുന്ന സാധനം. ഇതിങ്ങനെ ഒരു സാധനത്തിനെ, പഴയൊരു ചിത്രത്തിനെ, അത് മൂപ്പര നേരിട്ട് സീൽ കണ്ടിട്ടില്ല, പഴയൊരു ബുക്കിലുള്ള ഒരു പൊട്ടിപ്പോയതാണ്. അതൊന്നും പക്ഷെ നമുക്ക് അറിയില്ലല്ലോ. ഈ ചിഞ്ചുദാരോ എന്ന് പറഞ്ഞ പോലെ ഒരു കഷ്ണേ പറയുള്ളൂ നമ്മുടെ അടുത്ത്. ഇതൊക്കെ എന്നെ പിന്നാലെ പോകുമ്പോഴാണ് ഈ കള്ളത്തരങ്ങളൊക്കെ അറിയുള്ളൂ. ഇത് ഞാൻ ചെയ്തതല്ല, വേറെ ആൾക്കാർ 2000 തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വേദപ്രേമികളായ സോക്കോൾഡ് ചരിത്രകാരന്മാർ, രാജാറാം എന്ന് പറഞ്ഞ പുള്ളി കമ്പ്യൂട്ടർ എൻഹാൻസ്മെന്റ് അങ്ങോട്ട് ചെയ്തു അതിന് മുമ്പിൽ. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒരു 2 വര കാണാം, അതൊക്കെ കൂടെ കൂട്ടിച്ചേർത്ത് അതിനെ ഒരു കുതിര അങ്ങടാക്കി. ഒരു പൊട്ടിയ പകുതി ഉണ്ടായിരുന്നുള്ളൂ, ബാക്ക് ഭാഗം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ഭാഗം
ഗുരുവാക്കാം ഇച്ഛ പോലെ പാടി നീട്ടി ലഘുക്കളെ എന്ന് പറഞ്ഞ പോലെ മൂപ്പൻ അതിൻ്റെ കൂടെ ഒരു കുതിരയുടെ തല അങ്ങോട്ട് ചേർത്ത് അതിനൊരു കുതിരയാക്കി. എന്നിട്ട് എന്താക്കി? വേദ സംസ്കാരമാണ്. ഈ കുതിരയെ കണ്ടെത്തി, ഹാരപ്പയിൽ കുതിരയെ കണ്ടെത്തി. അതുകൊണ്ട് ഹാരപ്പൻ സംസ്കാരം മോഹൻജദാരോയിലും ഹാരപ്പയിലും ചിഞ്ചുദാരോയിലും മെഹർഗറിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ സിന്ധു നദിയുടെ സംസ്കാരം എന്നത് വേദ സംസ്കാരമാണ്. ഒരു 5000 കൊല്ലത്തെ സീനിയോറിറ്റി അടിച്ച് ചാർത്തിയോണ്ട് കൊടുത്തു. അപ്പൊ ഇതാണ് പൊട്ടിപ്പോയ ഒറ്റക്കൊമ്പൻ. നമ്മൾ ഒറ്റക്കൊമ്പൻ കാളയുടെ സീലാണ് ഇത് കാണുന്നത്, ഒറ്റക്കൊമ്പൻ കാള. ഇത് പൊട്ടിപ്പോയ ഒരു കഷ്ണം കിട്ടി. അതാണ് ഇതിന്റെ ബാക്കാണ് ഈ കാണുന്നത്. ഇതിന്റെ ബാക്കാണ് ഇവിടെ കാണുന്നത്, പൊട്ടിപ്പോയ കഷ്ണ. ഇതിന്റെ ബാക്കി മൂപ്പർ അങ്ങോട്ട് കയ്യിൽ നിട്ടു, എന്നിട്ട് അതിനൊരു കുതിരയാക്കി. ഇതാണ് പാരമ്പര്യത്തിന്റെ അവസ്ഥ. നമുക്ക് ഈ 4 വേദങ്ങളിൽ എന്താണ് എഴുതിയിട്ടുള്ളത് നോക്കാം. ലഞ്ച് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ അല്ലേ? തുടങ്ങാൻ വൈകിയതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഈ ഋഗ്വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഋഗ്വേദം എന്താ? ഇതാണ് ഋഗ്വേദം. നമുക്ക് ഈ ഋഗ്വേദ ഗ്രന്ഥമാണിത്. ഋഗ്വേദം ഇത് ഒരു കവിതാ സമാഹാരമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത്. ഋഗ്വേദം ഇസ് ആന്തോളജി ഓഫ് പോയംസ്. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ഫ്രിറ്റ്സ്റ്റാൾ പറഞ്ഞിട്ടുള്ള വാക്ക് അതേപോലെ ഞാൻ ഇതിലെടുത്ത് ചേർത്താണ്. ഫ്രിറ്റ്സ്റ്റാളിനെ പറ്റി കുറ്റം പറയാൻ ഇവർക്ക് പറ്റില്ല. കാരണം ഇവർക്ക് ഇന്ന് ഉണ്ടായ യാഗ സംസ്കാരവും ഇന്ന് കാണുന്ന യാഗ മഹാമഹങ്ങളുടെ ഒക്കെ ഉദ്ഘാടകൻ അദ്ദേഹം. 975 മൂപ്പർ ഇവിടെ മെനക്കെട്ട് വന്ന് ഈ യാഗം സംഘടിപ്പിച്ച് ഇവരൊക്കെ രണ്ടാമത് ചെയ്ത് അവിടുന്നാണ് ഈ യാഗങ്ങളൊക്കെ പിന്നീട് ഉണ്ടായി വരുന്നത്. അതല്ലെങ്കിൽ യാഗ സംസ്കാരം കേരളത്തിൽ അന്നേരം അവസാനിച്ചു പോയതിനെ. അതുകൊണ്ട് അദ്ദേഹത്തോട് വലിയ നന്ദിയുണ്ട്. അദ്ദേഹത്തിന് ഋഷിക്ക് തുല്യൻ എന്നൊക്കെയാണ് പിന്നെ കേരളത്തിലെ യാഗപ്രചാരകർ കൊണ്ടാടുന്നത്. അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പീൽ പറയാൻ ഇപ്പം പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ അദ്ദേഹത്തിന് തള്ളിക്കളയും. എന്ത് സായിപ്പ്! ഇപ്പോൾ മാക്സ് മുള്ളർ തള്ളിയ പോലെ. മാക്സ് മുള്ളർ എന്താണ് മോക്ഷമുള്ളർ എന്ന് അദ്ദേഹത്തിനെ വിവേകാനന്ദനെ വിളിച്ചു നോക്കിയാണ് പറയാം. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഹിന്ദുക്കാർക്ക് മാക്സ് മുള്ളറെ കണ്ടുകൂടാ. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതിലുള്ളതൊക്കെ വെറും കവിതയാണ്, ഇത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായി പോയല്ലോ. നമ്മുടെ ഇപ്പോൾ ഈ യോഗം ഈ പിന്നെ വേദം കേട്ടാൽ ചെവിയിൽ എണ്ണ ഒഴിക്കേണ്ട ആൾക്കാരൊക്കെ ഇത് കേട്ട് മനസ്സിലാക്കിയതിൽ അവർക്ക് വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് മാക്സ് മുള്ളർ അവൻ പറഞ്ഞ ഒന്നും ശരിയല്ല, ആ അർത്ഥമേ ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ് ഇപ്പോൾ മാക്സ് മുള്ളർ. അതുപോലെ ഫ്രിറ്റ്സ്റ്റാളിനും ഗതികേട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തൽക്കാലം അത് വന്നിട്ടില്ല. എന്തായിരുന്നാലും ഋഗ്വേദം എന്ന് പറയുന്നത് ഒരു കവിതാ സമാഹാരമാണ് എന്നാണ് അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കവിതാ സമാഹാരമാണ്. അതിലെന്താണ് ഓരോ കവിതയിലും പറയുന്നത്? ദൈവങ്ങളോട് ദീർഘ ആയുസ്, ധനം, പിന്നെ കുട്ടികളെ, പുത്രന്മാരെ, പിന്നെ പശുക്കളെ, യുദ്ധങ്ങളിൽ ജയം കിട്ടുക, ഇതിനൊക്കെ വേണ്ടിയുള്ള യാചനയാണ്. ഇതിനൊക്കെ വേണ്ടി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്ന പുരാതനമായ കവിതകളാണ്. പിന്നെ ചില കഥകൾ, ചില മിത്തുകൾ അക്കാലത്തെ, പിന്നെ ഈ ലോകം എങ്ങനെ ഉണ്ടായി, ഈ ലോകം എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള ചില സ്പെക്കുലേഷൻസ്, ചില ഭാവനകൾ. പ്രധാനമായ ദൈവങ്ങൾ അതിൽ അഗ്നിയുണ്ട്, ഇന്ദ്രനുണ്ട്, സോമൻ. ഈ 3 പേര് അതിപ്രധാനമായിട്ടുള്ള ഇന്ദ്രനും അഗ്നിയും സോമവും. അഗ്നി നമുക്കറിയാം തീയാണ്. ഇന്ദ്രൻ ദേവേന്ദ്രൻ എന്ന് പറയുന്നത് പിന്നെ പിൽക്കാലത്ത് അത്ര പ്രസിദ്ധനല്ലാതെ പോയ പഴയ വൈദിക ദൈവം. സോമം രണ്ടുമാണ്. സോമം പലതുമാണ്. സോമം എന്ന് പറഞ്ഞാൽ ഈ ഒരു സോമലത എന്ന ഒരു ചെടിയുമാണ്, അതിൽ നിന്ന് കിട്ടുന്ന ദ്രവ്യവുമാണ്. എന്ന് പറയുന്ന ഈ ഒരു മാദകദ്രവ്യമുണ്ട് അത് പിഴിഞ്ഞെടുക്കുന്നത്, അതുമാണ് സോമം എന്ന് പറയുന്നത്. പിന്നെ ഒരു ദേവതയായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തന്നെ. സോമം. ഉഷസ്സേ മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പമാകെ കുഴച്ച് ആര് നിർമ്മിച്ചു നിന്നെ എന്ന് പറഞ്ഞിട്ട് പാലുവിന്റെ കവിത. ഉഷസ് എന്നുള്ളൊരു ദേവതയാണ്. രുദ്രൻ, ബൃഹസ്പതി, അശ്വിനികൾ, മരുത്തുകൾ, ഇതൊക്കെയാണ് പഴയ ദേവതകൾ. ഋഗ്വേദം ഒരു കവിതാ സമാഹാരമാണ് എന്ന് നമ്മുടെ വേദപ്രചാരകർ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അത് ഒരു സ്ഥലം പറയുന്നത് കേൾക്കാം, രസമാണ്. ഇതൊക്കെ പിന്നെ ഒരു പറഞ്ഞതും മറ്റേതായിട്ടൊരു പൊരുത്തമില്ലാതെ മൂപ്പർക്ക് ആലോചിക്കേണ്ട വിഷയമില്ല. അത് കേൾക്കുന്നവരും ആ മാസ്മരികതയിൽ മയങ്ങി ഒരു കവിതാ സമാഹാരത്തെക്കുറിച്ചാണോ ഇങ്ങനെ ശാസ്ത്രങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് സാർ എന്ന് തിരിച്ചു ചോദിക്കാത്തവരായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കേൾക്കാം. 2. ലണ്ടനിൽ നിന്ന് 60 മൈൽ ദൂരെ വില്യം വേർഡ്സ്വർത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചെരുപ്പില്, വില്യം വേർഡ്സ്വർത്തിന്റെ ചെരുപ്പില് ഞാൻ തലതൊട്ട് നമസ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശവക്കല്ലറ ഞാൻ ഒറ്റയ്ക്ക ലണ്ടനിൽ നിന്ന് പോയി ക്ലീൻ ചെയ്ത് തുളസി നട്ടത്, മുനിസിപ്പൽ ഓഫീസേഴ്സിനെയൊക്കെ വിളിച്ച്. അതായത് ആ വില്യം വേർഡ്സ്വർത്തിന്റെ ഇംഗ്ലീഷിലെ കവിത വേദത്തിന് തുല്യ. അരവിന്ദ മഹർഷിയുടെ സാവിത്രി എന്ന കവിത
ഒറ്റ സത്യവാൻ സാവിത്രിയുടെ കഥ ഉപയോഗിച്ച് ഭാരതീയ സംസ്കാരത്തെ വിവരിച്ച സാവിത്രി എന്ന ഇംഗ്ലീഷിലെ അതിബൃഹത്തായ ഗ്രന്ഥം വേദത്തിന് തുല്യ. വേറെ ഒരു ഗ്രന്ഥവും, ഒരു ദാസ് ക്യാപിറ്റലും, ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും, ഒരു ഡിസ്കവറി ഓഫ് ഇന്ത്യയും, ഒരു ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും എഴുതിയ ഒരു പുസ്തകവും ഭാരതീയ വേദങ്ങൾക്ക് തുല്യം വരില്ല. അതുകൊണ്ട് അതിന് അപൗരുഷേയം, മനുഷ്യനാൽ അസാധ്യമായത്, മനുഷ്യന് അതീതമായത്. അപ്പോ അതൊരു കവിതയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രണ്ട് കവികളുടെ കവിത വേദത്തിന് തുല്യമാണ്. നമ്മൾ ആലോചിച്ചാൽ ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഒക്കെ നല്ല ഇളനീര് പോലത്തെ തെളിഞ്ഞ മലയാളത്തിലുള്ള കവിതകളൊക്കെ ശരിക്കും വേറെ തുല്യമാണ്. അപ്പോൾ ഒരു വിഷയം തന്നെ പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ജനനീ നവരത്ന മഞ്ജരി, അതിൻ്റെ ചില വരികളൊക്കെ ഓരോന്നും കേട്ട് കഴിഞ്ഞാൽ ഈ വേദത്തിന് തുല്യം നമുക്ക് പറയാം. നല്ല കവിതയാണ്. അതിൻ്റെ കഥയൊക്കൊന്നും അതിൻ്റെ ആശയങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കവിത അസല് കവിതയാണ്. നമ്മൾ കേട്ട് നോക്കാം കുറച്ച്. കാലാദിയായ മൃദു നൂലാലനെയ്യുമൊരു ലീലാപടം ഭവതി മെയ്, മേലാകെ മൂടുമതിനാൽ ആരുമുള്ളതറിവീലകമാന്ത നിലയേ. മീനായതും ഭവതി മാനായതും ജനനി, നീ നാഗവും നഖഖം താനായതും ധര നദീ നാരിയും നരനുമാ നാഗവും നരകവും. നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമേ, ഞാനായതും ഭവതി ഹേ നാദരൂപിണി, അഹോ നാടകം നിഖിലവും. നല്ല അസൽ കവിതയല്ലേ? എന്താ കുഴപ്പം? ഇതും വേറെ തുല്യം തന്നെയല്ലേ? അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ. ഇപ്പൊ നാരായണ ഗുരു ആയാലും ഇതുപോലെ ഇപ്പൊ നാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങളൊന്നും മനോഹരമായ കവിത എന്നുള്ള നിലക്ക് നമുക്ക് ആസ്വദിക്കാം. അത്രയേ ഉള്ളൂ വേദങ്ങൾ. കവിതയാണ്, അസൽ കവിത, സംശയമൊന്നുമില്ല. നല്ല കവിതയാണ്. ആ കാലത്ത് 2,000-3,000 കൊല്ലം മുമ്പുള്ള കവിതകളാണ്. പക്ഷെ ഇതിലൊക്കെ എല്ലാ കാലത്തേക്കുമുള്ള സത്യങ്ങൾ, ശാസ്ത്രസത്യങ്ങൾ ഉണ്ട് എന്ന് ധരിക്കുന്നിടത്താണ് കുഴപ്പം. ഇത് വെച്ച് നമ്മുടെ ലോകവീക്ഷണത്തെ നാരായണ ഗുരുവിൻ്റെ ഈ ജനനീ നവരത്ന മഞ്ജരി വെച്ചുകൊണ്ട് നമ്മുടെ ലോകവീക്ഷണം നമുക്ക് രൂപപ്പെടുത്താൻ പറ്റില്ല. അത് ആ കാലത്തിൻ്റെ ഒരു കവിയുടെ ദർശനമാണ്. നാടകം അഖിലവും എന്നാണ് അത് പറയുന്നത്. അതായത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതാണ്, നിന്റെ ഭക്തി തരണം എന്നാണ് പറയുന്നത്. നിന്റെ പാദങ്ങളെ ആശ്രയിക്കാനുള്ള ഭക്തി എനിക്ക് തരണമേ അമ്മേ എന്നാണ് നാരായണ ഗുരു അവിടെ ജനനീ നവരത്ന മഞ്ജരിയിൽ പറയാം. ഇതൊക്കെ ഒരു കവിത മാത്രമാണ് എന്ന് ഉള്ളതാണ് ആധുനിക ബോധം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓരോ ആൾക്കാരെയും ഇപ്പൊ തുടങ്ങുന്ന അഗ്നിയെക്കുറിച്ചാണ്. അഗ്നിമീളേ പുരോഹിതം എന്നുള്ളത് യജ്ഞസ്ഥദേവ മൃത്യുജം ഹോതാരം രത്നധാതം തുടങ്ങുന്നത് അഗ്നിയെ വർണ്ണിച്ചുകൊണ്ടുള്ള കവിതകളാണ്. അപ്പൊ ഇത് ഏതും തുടങ്ങുമ്പോൾ നമുക്ക് കാണാം ഒരു ഋഷിയുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും. ആദ്യം ആരെഴുതി, ഏത് ദേവതയെക്കുറിച്ച് എഴുതി, അഗ്നി ദേവതയെക്കുറിച്ച്, ഏത് ഛന്ദസ്സിലാണ്, ഏത് വൃത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഏതൊരു താളത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്, ഛന്ദസ്സിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത് മൂന്നും പറഞ്ഞുകൊണ്ട് ഓരോ കവിതയിലും കാണാം. അടുത്ത സൂക്തത്തിൽ ഋഷി മധുച്ഛന്ദ, ഋഷിയുടെ പേര്. ഇന്ന ദേവത വായു, ഇന്ദ്രവായു, മിത്രവരുണൻ, ഗായത്രി എന്ന ഛന്ദസ്സിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് ഓരോന്നിനും കാണാം. ഇന്ദ്രനെ കുറിച്ചും ഇതുപോലെ കറക്കുന്നതിന് പശുവിനെ വിളിക്കുന്നതിന് തുല്യമായി സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഉത്തമകർമ്മനായ ഇന്ദ്രനെ നാം ആഹ്വാനം ചെയ്യണം. ഹേ സോമപാനിയായ ഇന്ദ്ര, സോമപാനത്തിനായി ഞങ്ങളുടെ യജ്ഞസ്ഥലത്തേക്ക് വരൂ. നിങ്ങൾ ഐശ്വര്യവാനും പ്രസന്നനുമായി ഞങ്ങൾക്ക് ഗോക്കൾ മുതലായവ, ധനം എന്നിവ പ്രദാനം ചെയ്യൂ. ഇങ്ങനെ ഇന്ദ്രനെ സ്തുതിക്കുന്ന മിത്രങ്ങളെ ഇവിടെ വന്നിരിക്കുകയും ഇന്ദ്രന്റെ ഗുണങ്ങളെ പാടിപ്പുകഴ്ത്തുകയും ചെയ്യുവിൻ. എല്ലാവരും ഒന്നായി ചേർത്ത് സോമരസം തയ്യാറാക്കുകയും ഇന്ദ്രനെ സ്തുതിക്കുകയും ചെയ്യുവിൻ. ഇങ്ങനെയുള്ള ഇന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് സോമം തയ്യാറാക്കി വിളിക്കുക. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇന്ദ്രൻ തന്നെ ശ്രേഷ്ഠൻ, സ്തുതികൾ സ്വീകരിക്കുന്നതിൽ. പിന്നെ വരുണൻ അതിനെ പറയുന്നു. ഇത് ഋഷി ശുനശേവൻ, ദേവത ഇന്ദ്രൻ. പിന്നെ അതുപോലെ ഛന്ദസ് ഗായത്രി. ഒരു കവിതകൾ, ഇതുപോലെ കവിതകൾ ഇങ്ങനെ കാണാം. സോമത്തെക്കുറിച്ച്, സോമം ഒരു ദേവതയാണ്. ഋഷിയുടെ പേര് അമഹിയു, ദേവതം സോമം, ഛന്ദസ് ഗായത്രി. ഇത് സോമത്തെ വർണ്ണിക്കുന്ന, സോമത്തെ എങ്ങനെ അതുണ്ട്, സോമം എങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വർണ്ണനയുണ്ട്. ഹേ സോമമേ, നീ വൃത്രഹന്താവായി ഇന്ദ്രന് പാനം ചെയ്യുവാൻ കുടങ്ങളിൽ വീഴുന്നു. ദേവകൾക്ക് ഹവിസ് നൽകാൻ ഇച്ഛിക്കുന്നവനും ഋതുജന്മാർക്ക് ദക്ഷിണ നൽകുന്ന യജമാനന്മാരും ഫലലാഭത്തിനു വേണ്ടി അങ്ങയെ യഥേഷ്ടം പിഴിയുന്നു.
രഥാരൂഢനായ യോദ്ധാവ് കവചം ധരിച്ചിരിക്കുന്നത് പോലെ അരിപ്പയിൽ കൂടി ഒഴുകുന്ന സോമം പാലുകൊണ്ട് ആച്ഛാദിതമാകുന്നു. മരപ്പാത്രത്തിൽ നിന്ന് ഒഴുകുന്ന സോമം ധാരാരൂപത്തിൽ വർഷിക്കുന്നു. ഇന്നും മരപ്പാത്രത്തിൽ തന്നെയാണ് സോമം ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഈ രീതിയിൽ സോമത്തിനെ കുറിച്ചുള്ള വർണ്ണനകൾ, അതിന് നിർമ്മാണം, അതിനെ അരിക്കുന്നത്, അതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ കവിതകളാണ്. ഇപ്പോൾ നമ്മുടെ ചങ്ങമ്പുഴ കള്ളിനെ കുറിച്ച് കവിത എഴുതുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഒരിടത്ത് പറയാം. നമ്മുടെ കാലത്ത് അത് നമുക്കൊരു പരിഹാസമായി തോന്നുന്നത്. ഹേ സോമമേനി അരിപ്പയിൽ കൂടി ഒഴുകിയാലും പിഴിഞ്ഞ് വെള്ളത്തിൽ പകർന്ന ശ്രേഷ്ഠനായ നിന്നെ ഞങ്ങൾ അന്നവും ഗവ്യവും ചേർത്ത് സ്തുതിക്കുന്നു. ഹേ സോമമേ, നീ പിഴിയപ്പെട്ട ദേവകളെ തൃപ്തിപ്പെടുന്നു. ഈ രീതിയിലുള്ള ശ്ലോകങ്ങൾ, ഈ രീതിയിലുള്ള കവിതകളുടെ ഒരു സമാഹാരമാണ് ഋഗ്വേദം മാത്രമാണ്. പിന്നെ ചില സ്പെക്കുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ആദ്യം നമ്മൾ ഒരു അടിസ്ഥാന വിജ്ഞാന കോഴ്സിൽ ഈ ഭാഗം പറയുന്നേക്കാം. ഈ ബ്രഹ്മം ആദ്യമായി എങ്ങനെയാണ് ലോകം ഉണ്ടായതിനെ കുറിച്ചിട്ടുള്ള ഒരു പഴയ ഒരു ഭാവനയാണ്, കവിഭാവന. ഈ ബ്രഹ്മം ആദ്യമായി സൃഷ്ടികർമ്മം നടത്താൻ ഇച്ഛിച്ചു. അതിൽ നിന്നും ഏറ്റവും ആദ്യം ബീജം പ്രകടമായി. ക്രാന്തദർശികൾ തങ്ങളുടെ ബുദ്ധി വഴിയായി ചിന്തിച്ച് അപ്രകടമായ വസ്തുവിൻ്റെ ഉൽപ്പത്തിയെ വാഴ്ത്തുന്നു. ഈ രീതിയിൽ എന്തൊക്കെ ഉണ്ടായി? ആദ്യം ഇവിടെ രശ്മി പരന്നു, വെളിച്ചമുണ്ടായി പറഞ്ഞു. അത് താഴെയോ മുകളിലോ നടുവിലോ ആയിരുന്നു. പിന്നെ ബീജധാരകനുണ്ടായി, പിന്നെ മഹിമാക്കളുണ്ടായി. ആ മഹിമകൾ ഇരുപാർശ്വങ്ങൾ വരെ പ്രശസ്തമായി. ഇങ്ങനെ ഒരു പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ള ചില സിദ്ധാന്തങ്ങൾ, അവരുടെ ചില ഭാവനകൾ, കാവ്യഭാവനകൾ. അപ്പോൾ അതിൽ രസകരമായ ചിലതൊക്കെ കാണാം. വിഭിന്നങ്ങളായ സൃഷ്ടികൾ എങ്ങനെയുണ്ടായി? ആരിവയെ സൃഷ്ടിച്ചു? ദിവ്യധാമത്തിൽ വസിക്കുന്ന ഈ സൃഷ്ടികളുടെ സ്വാമി ഇവയുടെ രചനകളെ സംബന്ധിച്ചറിയുന്നു. സൃഷ്ടിച്ചവൻ അറിയാമായിരിക്കാം, ഒരുപക്ഷെ അവനും അറിയുന്നില്ലായിരിക്കാം. ദൈവത്തിന് പോലും ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല എന്നാണ്. അങ്ങനെ ചില സ്പെക്കുലേഷൻസാണ്. ഇതൊക്കെ പലവട്ടം ആവർത്തിക്കപ്പെടുന്നത്. ഈ കാലത്ത് ഇങ്ങനത്തെ കൂടുതൽ ഇതൊക്കെയാണ് വലിയ ഏതത്തിന് ചെറിയ ഭാഗമാണ് അതൊക്കെ. അതും ഒരു ഭാവന മാത്രമാണെന്നുള്ളതാണ്, അല്ലാണ്ട് അതിലൊരു ശാസ്ത്രമൊന്നുമില്ല. കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു? ഇതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു. ഈ ഭാഷ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു രീതി, ഇപ്പോൾ പഴയ മലയാളം, എഴുത്തച്ഛൻ്റെ മലയാളം നമുക്ക് വായിച്ചാൽ മനസ്സിലാവാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ സുന്ദരകാന്ഡമൊക്കെ എടുത്തിട്ട് സകല കുലവിമലശിലഗിതകളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയമമ കഥയമമ കഥകളതിസാദരം കാകുലസ്ഥലീലകൾ കേട്ടാൽ മതി വരാന്ന് കേട്ടാൽ ഇത് മലയാളമാണോ നമ്മൾ സംശയിക്കും. അത് വളരെ അടുത്ത കാലത്ത്, അതിനു മുമ്പുള്ള പോയാൽ അത്രയും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഭാഷയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കണം. ഈ വേദഭാഷ പരിണമിച്ചില്ല. വേദഭാഷ അതേപോലെ വളരെ വിശുദ്ധമായ ഭാഷയെ അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് ആധുനിക സംസ്കൃതം ഉണ്ടായി, സംസ്കൃതത്തിൽ നിന്ന് മറ്റു ഭാഷകളുണ്ടായി. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വേദിക് മന്ത്രാസ് ഓർലി ട്രാൻസ്മിറ്റ് ഔട്ട് എനി ചേഞ്ച്. വൈ? ബിക്കോസ് ദേ ഹാഡ് ബിക്കം മീനിങ്ലെസ് എന്നാണ് ഫിസ്റ്റാൾ പറയുന്നത്. അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു. അർത്ഥം ആൾക്കാർ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതെ, അർത്ഥങ്ങളില്ലാതെ ഈ ശബ്ദങ്ങൾ, ഓർത്തു വെക്കപ്പെടുന്ന ചില ശബ്ദങ്ങളും ചടങ്ങുകളുമായി ഇത് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. മീനിങ്ലെസ് സൗണ്ട്സ് ഡു നോട്ട് ചേഞ്ച്, ദേ ക്യാൻ ഓൺലി ബി റിമെമ്പേർഡ് ഓർ ഫോർഗോട്ടൺ. അതാണ് അർത്ഥമില്ലാത്ത ശബ്ദങ്ങളെ നിങ്ങൾ ഒന്നുകിൽ ഓർക്കുക, അതല്ലെങ്കിൽ മറക്കുക. ഇങ്ങനെ രണ്ട് വഴി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ആ ഭാഷയെ നമുക്ക് ആ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ടാണ് ഇത് നമുക്ക് ഈ കാലത്ത് നടക്കുന്ന പല ഇതിലും വേദങ്ങൾ പഠിക്കരുത് എന്നിടത്ത് പറയുന്നേക്കാം. വേദങ്ങൾ പഠിക്കണം എന്നില്ല, ബുദ്ധിമുട്ടാ. കാരണം ചില വേദമന്ത്രങ്ങളൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാ. നമ്മളോട് വേദം പഠിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. വേദം പഠിക്കണ്ട, പഠിക്കണമെന്നില്ല എന്നാണ് പറഞ്ഞത്. പഠിക്കണമെന്നില്ല, പഠിക്കണ്ട, പഠിക്കരുത് എന്നല്ല. അതാണ് വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളാണ്. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് പഠിക്കണ്ട പറഞ്ഞു? പഠിക്കാൻ ബുദ്ധിമുട്ടാ, ഇംപോസിബിളാ. 4-ാമത്തെ 5-ാമത്തെ വയസ്സിൽ തുടങ്ങണം. ഭക്ഷണം കഴിക്കാതെ 3 മണിക്ക് എഴുന്നേൽക്കണം. അത് തെറ്റിയാൽ പലക കൊണ്ടാ തലയ്ക്ക് അടി കിട്ടുക. അതുകൊണ്ടാ വേദം 10,000 വർഷമായിട്ട് നിലനിൽക്കുന്നത്. സിനിമാ പാട്ട് പാടുന്ന മാതിരി അല്ല. ചില സ്ഥലത്തൊക്കെ വേദമന്ത്രങ്ങൾ പറയുമ്പോ എയർ എടുക്കാൻ പോലും സമയമില്ല. അത് അതേപോലെ ഇങ്ങനെ വെക്കണം. അത് വളരെ ബുദ്ധിമുട്ടാണ്, പഠിക്കേണ്ട കാര്യമില്ല എന്നാണ്. സംഗതി ശരിയാണ്, അത് എളുപ്പമല്ല. അവർ പഠിക്കുന്ന രീതി നമുക്ക് കാരണം അർത്ഥരഹിതമായ വാക്കുകളാണ് പഠിപ്പിക്കുന്നത്. അത് ഓരോ തലമുറയിലും ഒരു ലേശം പോലും ചോർന്നു വിട്ടു. അതിന് കൊല്ലങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന 1000 കൊല്ലം നിൽക്കണമെങ്കിൽ അർത്ഥരഹിതമായ ശബ്ദങ്ങളെ അതേപോലെ പഠിപ്പിക്കണം.
പരുഷിരാധോ മഘോനാം മഘോനാം ഇത് അർത്ഥം എന്താണ്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്കറിയില്ല. അങ്ങനെ ഒരു ശീലമേ ഇല്ല. ഈ ശബ്ദങ്ങളാണ് പഠിപ്പിക്കുന്നത്. അത് പഠിക്കുന്ന രീതിയാണ്. അപ്പോൾ ഒരു ശബ്ദം അദ്ദേഹം പറഞ്ഞു, ഒരു 3 അക്ഷരമുള്ള ഒരു ഫ്രേസ് പറഞ്ഞു. ഇനി അത് ഉറപ്പിക്കാൻ ആ കുട്ടിയുടെ മുഖം കണ്ടാൽ ശരിക്കും കരച്ചിൽ വരുന്നതാവുക അല്ലേ? എന്താന്ന് നോക്കൂ. ശിശുപീഡനം എന്നത് ഇതാണ് ശരിക്കും ഒരു അർത്ഥം പറയുന്നത്. ഇങ്ങനെ ഇതാണ് വിദ്യാഭ്യാസത്തിൽ വളരെ കേമാന്ന് വെച്ചിട്ടുള്ളത്. ഇതിന് ആൾക്കാർ ഫണ്ട് കൊടുക്കുന്നു, വലിയ കാര്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇടക്കാലത്ത് ഇതിനാളെ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും യാഗങ്ങളൊക്കെ സ്ട്രോങ് ആയതോടുകൂടി കുറച്ചും കൂടി കുട്ടികളൊക്കെ വന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥശൂന്യമായ അർത്ഥം നഷ്ടപ്പെട്ടു പോയ ഈ വാക്കുകളെ, ശബ്ദങ്ങളെ അതുപോലെ പഠിപ്പിക്കുക, ചടങ്ങുകൾ അതുപോലെ ചെയ്യുക, ഇതാണ് വേദം ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അർത്ഥം രഹിതമാകുമ്പോൾ എന്ത് സംഭവിക്കും? ആർക്കും എന്തർത്ഥവും അത് നമ്മൾ ആരോപിക്കാം. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. അർത്ഥരഹിതമാണല്ലോ, അർത്ഥം നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് പശു എന്നാൽ പശുവല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അർത്ഥം, വേറെ അർത്ഥങ്ങൾ നമുക്ക് അതിൽ ആരോപിക്കാം. അങ്ങനെയാണ് വേദിക് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, വേദത്തിൻ്റെ ഉള്ള സയൻസിനെ ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ നെറ്റിലൊക്കെ നോക്കി ഇഷ്ടംപോലെ കാണാം ഇലക്ട്രോ മാഗ്നറ്റിസം. അത് വേദത്തിനുണ്ട്. ഋഗ്വേദത്തിന്റെ ചാപ്റ്ററും വേഴ്സും പറഞ്ഞിട്ടാണ്. എന്താ നമ്മുടെ സക്കീർ നായിക്കൊക്കെ തോറ്റുപോകും. ഗംഭീരമായിട്ടുള്ള വ്യാഖ്യാന ഫാക്ടറികളാണ് തുറന്നു വെച്ചിട്ടുള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിസം ഇൻ വേദാസ്, ബിഗ് ബാങ് തിയറി ആൻഡ് ഓഫ് റിലേറ്റിവിറ്റി, അതും വേദങ്ങളിലാണ്. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഇതും വേദാസ്. ഇതൊക്കെ ഈ കവിതാ സമാഹാരത്തിൽ നിന്ന് കണ്ടെടുത്ത് പ്രചരിപ്പിക്കുക. ഇങ്ങനെ ഇതൊക്കെ വേദത്തിലുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ധരിക്കുകയും ചെയ്യും. വേദിക് സയൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എടശ്ശേരി പറഞ്ഞ പോലെ ഈ തറവാടിത്ത ഘോഷണം പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ. ഇന്ത്യയിൽ ഒരു കാലത്ത് ഇതിനൊക്കെ പരിഹാസത്തോടെ കാണുന്ന ഒരു ജ്ഞാനോദയ ചിന്ത പിന്തുടരുന്ന പ്രസ്ഥാനങ്ങളുണ്ടായി. കേരളത്തിൽ സഹോദരൻ അയ്യപ്പൻ, തമിഴ്നാട്ടിൽ ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കർ കേരളത്തിലും കുറേയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന ഏതാനും ദശാബ്ദങ്ങൾ, അവരുടെ പിന്നാലെ വന്ന ഏതാനും ദശാബ്ദങ്ങൾ കൂടി ഈ രീതിയിൽ ആധുനികതയുടെ വീക്ഷണം, ഇതിനൊക്കെ ആധുനികമായ കാഴ്ചപ്പാടോടുകൂടി കാണാനും വിമർശിക്കാനും പരിഹസിക്കാനും കടവുൾ ഇല്ലേ ഇല്ല എന്ന് പറയും. ഇതിനൊക്കെയുള്ളൊരു ഒരവസ്ഥ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ EVRന്റെ ഒക്കെ പിൻഗാമികളായിട്ട് ദ്രാവിഡ പ്രസ്ഥാനം ഇന്നതൊക്കെ എത്രയോ അധപ്പതിച്ചു പോയി. അതിൻ്റെ അധപ്പതന കാലത്ത് പോലും ചിലപ്പോൾ നിലനിർത്തിയിരുന്ന വിമർശനത്തിൻ്റെ ഒരു MGRന്റെ ഒരു സിനിമ ഞാൻ കാണിച്ചത്. രസകരമാണ്. ഇത് വാസ്തവത്തിൽ ഞാൻ പറയാ എവിടെയോ EVR കൊളുത്തി വെച്ച ഒരു വിമർശനത്തിന്റെ ബാക്കിയാണ് നമ്മൾ കാണുന്നത്. இப்படி அமெரிக்கா போய் வந்துட்டா, ரஷ்யா இந்த ஃபீல்டுல ரொம்ப பண்ணிட்டு இருக்கா. ஏன் நம்ம இந்தியாவை கூட சந்திரனுக்கு போக கூடாதோன்னு கேட்க ஆரம்பிச்சுட்டா. ரயில் வாகனம் கண்டுபிடிக்கிறதுக்கு முன்னாடி மயில் வாகனம் கண்டுபிடிச்சது நம்ம நாடு. போயிங் விமானம் கண்டுபிடிக்கிறதுக்கு முந்தி புஷ்பக விமானம் கண்டுபிடிச்சது நம்ம நாடு. ஹெலிகாப்டரை கண்டுபிடிக்கிறதுக்கு முன்னாலே மூஞ்சூறு வாகனத்தை கண்டுபிடிச்சது நம்ம நாடு. இவ்வளவுதானா? இன்னும் இருக்கு. முறுக்கு வடை, முறுக்கு வடை, முறுக்கு வடை, இட்லி முறுக்கு வடை, தேங்காய் சட்னி தயிர் வடை, கீரை
வடை ஆம வடை மெது வடை மசால் வடை கீரை வடை ஆம வடை மெது வடை மசால் வடை. இப்படி இந்தியாவில் எவ்வளவோ கண்டுபிடிச்சிருக்கா, இன்னும் இம்ப்ரூவ் பண்ணிட்டே இருக்கா. ആമാം. ഇത് ചന്ദ്രനിൽ ആളിറങ്ങി 969 ചന്ദ്രനിലെ ആള് അപ്പോളോ മിഷൻ വിജയിച്ച സമയത്ത് വന്ന ഒരു ഇതാണ്. ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചന്ദ്രമണ്ഡല വിജയം എന്നങ്ങനെ പറഞ്ഞിട്ട് ഒരു രസകരമായിട്ടുള്ള ഒരു ഇത് അതിൻ്റെ ഇടയിൽ ചേർത്താണ്. ആ വിമർശനം, ഈ തരത്തിലുള്ള വിമർശനങ്ങൾ, ഇത് വാസ്തവത്തിൽ വളരെ വളരെ എന്താ പറയുക പ്രസക്തമായൊരു വിമർശനമാണ്. പക്ഷെ ഇന്ന് ഇത് പറയാൻ ആളില്ല. ഇന്ന് ഈ റെയിൽ വാഹനത്തിന് മുമ്പേ നമ്മൾ മയിൽ വാഹനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതന്നെയാണ് ഇയാൾ പറയുന്നത്. ഇപ്പം ഡോക്ടർ ഗോപാലകൃഷ്ണനൊക്കെ പറയുന്നത് ഇതേ കാര്യമാണ് എന്ന് പറയാനുള്ള ഒരു സമൂഹം, ഇത് കണ്ട് ചിരിക്കാനുള്ളൊരു സമൂഹം നമുക്കില്ലാണ്ടാണ് നമ്മുടെ ഗതികേട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ വായ പൊളിച്ചിരിക്കും, ആണാ നേരാ എന്ന് ചോദിച്ചിട്ട്. അവിടെയാണ് ആധുനികതയുടെ വിമർശനത്തിൻ്റെ ആവശ്യം വരുന്നത്. പ്രകാശത്തിൻ്റെ വേഗത കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൺ അല്ലേ? അതിനേക്കാൾ എത്രയോ മുമ്പ് ഇതൊക്കെ ഇപ്പം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. എത്രയോ മുമ്പേ ഛായാണാചാര്യൻ ഋഗ്വേദ ഭാഷത്തിൽ പ്രകാശത്തിൻ്റെ വേഗത കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ടെന്ന് അറിയാമോ? ഇതിങ്ങനെ ആൾക്കാർ ആയിരക്കണക്കായിട്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന പോസ്റ്റുകളിലൊന്നാണ്. ഛായാണാചാര്യനെ അറിയണ്ടേ? അദ്ദേഹത്തിൻ്റെ ഋഗ്വേദ 1270 അതും ഋഗ്വേദത്തിൻ്റെ പരിധി കിട്ടുന്നുണ്ട്. ഋഗ്വേദം ഉണ്ടായിക്കഴിഞ്ഞൊരു 1500 കൊല്ലത്തിന് ശേഷം 2000 കൊല്ലത്തിന് ഇപ്പുറം ജനിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഋഗ്വേദ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ, ഒരു തഥാച സ്മൈരതയെ യോജനാനാം സഹസ്രേ എന്ന് പറഞ്ഞിട്ട് ഒരു സൂര്യനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടാണ്, അല്ലയോ സൂര്യ അങ്ങേ നമിക്കുന്നു, ഞാൻ ഓർക്കുന്നു, അങ്ങ് അരനിമിഷം കൊണ്ട് 2202 യോജന സഞ്ചരിക്കുന്നവനല്ലോ. ഒരു യോജന എന്നാൽ 9 മൈലാണ്. ഇതെവിടെ കിട്ടി? ഇത് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇതല്ല, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞു. ഒരു ദിവസം 30 മുഹൂർത്തം 24 മണിക്കൂർ. അതിങ്ങനെ വന്നിട്ട് ഒരു സെക്കൻഡ് 16.75 അത് ഒരു നിമേഷം എന്ന് പറഞ്ഞാൽ 16/75 സെക്കൻഡാണ്. ഇനി നോക്കൂ, പ്രകാശ വേഗത 2202 യോജന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 18,000 ഇത്രയും 1,50,000 ഇത്രയും കിട്ടി. 18,5,7,9,3 ഇത്രയും മൈൽ. അപ്പോൾ പ്രകാശ വേഗത ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്നത് ഇത്രയും സംഖ്യ. ഇതിലൊക്കെ എത്തിയില്ലേ എന്നാണ് ചോദ്യം. ഇത് ആരും വിടുന്നില്ല, ഇതെല്ലാവരും ചെയ്യുന്ന. ഇസ്ലാമിലും ഇതന്നെ പരിപാടി. ഈശ്വരവിശ്വാസത്തിൻ്റെ ശാസ്ത്രാടിസ്ഥാനം ഇത് പ്രബോധനത്തിൽ വരുന്ന ഇതേപോലത്തെ സാധനങ്ങളാണ്. ഖുറാനിലും തന്നെ ആകാശ പ്രപഞ്ചം വികസിച്ചെടുക്കണമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യവർഗത്തിൽ ലിംഗം നിർണ്ണയിക്കുന്ന പുരുഷബീജമാണെന്ന് ഖുറാൻ വെളിപ്പെടുന്നുണ്ട്. ഇതെല്ലാവരും അവരവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ശാസ്ത്രവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. തറവാടുത്ത ഘോഷണത്തെ പോലെ വൃത്തി കേട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ എന്ന് പറയാൻ ഒരു ജ്ഞാനോദയ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ കേരളത്തിലില്ല. അപ്പോൾ മനുഷ്യവർഗത്തിൽ ലിംഗം നിർണ്ണയിക്കുന്ന പുരുഷബീജമാണെന്ന് ഖുറാൻ വെളിപ്പെടുത്തുന്നു എന്നാണ് ഇത് പറയുന്നത്. ഇത് ഞാൻ പറയില്ല, വലിയ തമാശ ഇത്. ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അപ്പോൾ അധികം കുറച്ച് കാലം ഒരു ചമ്മലുണ്ടെങ്കിലും അവർ കംപ്ലീറ്റ് പ്ലേറ്റ് മാറ്റിയിട്ട് അവരുടെ പുസ്തകത്തിൽ നിന്ന് ഇതിന് കണക്കായ രീതിയിൽ അതിനെ കണ്ടെത്തി ശരിയാക്കി എടുക്കും. അപ്പോൾ ഇത് വേറെ ദിക്കിലാണ്. അതായത് ഇവിടെ പ്രൊഫസർ വാഹിദ് പറയുന്നത്, ഞാൻ ഇതിൻ്റെ ഒരു പൊതു സ്വഭാവം ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ അഴിച്ചിട്ട ചെരുപ്പുകളും ഒരുപോലെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പിന്നെ മനുഷ്യവർഗത്തിൽ 2011 പറഞ്ഞാണ് ലിംഗം നിർണ്ണയിക്കപ്പെട്ടത് പുരുഷബീജമാണെന്ന് ഖുറാൻ വെളിപ്പെടുത്തുന്നു. അദ്ദേഹം ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. പുരുഷബീജം XY ഏതാണ് ക്യാരി ചെയ്യുന്നത് അതനുസരിച്ചാണ് തീരുമാനിച്ചിട്ട് ഖുറാനിൽ പറഞ്ഞത്. ഇത് പിന്നെ 2014 ആയപ്പോഴേക്ക് വേറൊരു സംഗതി വന്നു. അതിൽ SRY ജീൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് വൈക്രോമസോമിൽ. ഇത് ആക്റ്റീവ് ആകുന്നത് ഏതാണ്ട് പിന്നെ ഒരു 40-45 ദിവസത്തിലാണ് എന്നൊരു സംഗതി കൊടുക്കുന്നു. ഉടനെ അത് ഖുറാനിൽ വന്നു. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഏത് ഈ SRY ജീൻ ആക്റ്റീവ് 45ാമത്തെ ദിവസമാണ് ആണോ പെണ്ണോ തീരുമാനിക്കുന്നത് എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. നേരത്തെ കണ്ടുപിടിച്ചപ്പോൾ അത് ശരിയായിരുന്നു. ആദ്യം അത് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അന്ന് പറഞ്ഞത് 2011 പറഞ്ഞത് എന്താണ്, അത് ആൺ ബീജമാണ് തീരുമാനിക്കുന്നതെന്നാണ്. ഇപ്പം SRY ജീനാണ് ആൺമീനുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ കൂടി കറക്റ്റായി. 45ാം ദിവസമാണ് ഇതിൻ്റെ ലിംഗനിർണ്ണയം സംഭവിക്കുന്നതെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ സംഗതി എല്ലാ മതക്കാരും എല്ലാ വേദക്കാരും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൻ്റെ തെളിവാണ്. അതിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. ഇത് ഒരാൾ വേറൊരു സുഹൃത്ത് ഇവിടെ പോസ്റ്റ് ചെയ്തതാണ്. ഇത് ഈ ദളിതരുടെ ചില പാട്ടുകളുണ്ട്. ആദിയില്ലല്ലോ കാലം പോയ യുഗത്തിൽ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടാവില്ലേ. ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ കാലം പോയ യുഗത്തിൽ
അങ്ങനെ പറഞ്ഞു. അപ്പോൾ പാതിമുട്ട വിണ്ടു പൊട്ടി മേലു ലോകം പൂകിയല്ലോ, പാതിമുട്ട വിണ്ടു പൊട്ടി കീഴ് ലോകം, ഇങ്ങനെ പാട്ടുണ്ട്, കവിതയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, അണ്ടർലൈൻ ചെയ്ത ഭാഗം തങ്ങളുടെ പൗരാണിക പ്രപഞ്ച സങ്കല്പമാണെന്നും അതനുസരിച്ച് പ്രപഞ്ചോത്ഭവത്തിന് മുമ്പ് രാത്രിയും പകലും ഇല്ലായിരുന്നെന്നും ഇന്നത്തെ ആധുനിക ശാസ്ത്രം പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് മുന്നോട്ട് വെക്കുന്ന ബിഗ് ബാങ്ക് തിയറി തന്നെയാണ് തങ്ങളുടെ പ്രപഞ്ചവീക്ഷണമെന്നും വേണമെങ്കിൽ ദളിതർക്ക് അവകാശപ്പെടാവുന്നതാണ്. ആർക്കും പറയാവുന്നതാണ്. ഏത് കവിതയെക്കുറിച്ചും ഇതൊക്കെ പറയാം. ഇത്രേ ഉള്ളൂ ഈ ഋഗ്വേദത്തിലെ ശാസ്ത്രവും കവിതയൊക്കെ. കഥ ഇത്രയേ ഉള്ളൂ, കവിത തന്നെയാണ് ബേസിക്കലി. അപ്പോൾ ഇനി അത് ആദ്യത്തെ വേദത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഋഗ്വേദം കഴിഞ്ഞു, ഇനി 3 വേദങ്ങളുമുണ്ട്. സാമവേദം, അടുത്ത സാമവേദം. ഈ നമ്മൾ പറഞ്ഞ അർത്ഥമില്ലാത്ത ശബ്ദങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ശബ്ദങ്ങളെ സംഗീതമാക്കി മാറ്റുക, അതാണ് സാമവേദം ചെയ്യുന്നത്. സാമവേദ കൺസിസ്റ്റ് ഓൾമോസ്റ്റ് എൻറ്റയർലി ഓഫ് ദ വേർഡ്സ് ഓഫ് ഋഗ്വേദ സെറ്റ് ടു മ്യൂസിക് എന്നാണ്. ഈ ഋഗ്വേദ കവിതകളെ സംഗീതത്തിൽ ചിട്ടപ്പെടുത്തിയാണ് സാമവേദം. അതിൽ വേറെ ഒരു സാഹിത്യവും ഇല്ല. അതിൻ്റെ സാഹിത്യം മൊത്തം ഈ ഋഗ്വേദം തന്നെയാണ്. അതിനെ ചില ടോൺസിന് വേണ്ടി ഈ സാമവേദം കേൾക്കാനുള്ളതാണ്. അത് സംഗീതത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തി, അതാണ് സാമവേദം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് കേരളത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന രീതി ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഋഗ്വേദമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് രീതി. ഋഗ്വേദത്തിൻ്റെ കവിതകളെ സംഗീതത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയാണ്. സംഗീതത്തിന് പലപ്പോഴും എന്ത് പറ്റും, ചില വാക്കുകൾ ഒതുങ്ങില്ല. അപ്പോൾ നമ്മൾ ഒന്ന് നീട്ടേണ്ടി വരും, ഒന്ന് കുറക്കേണ്ടി വരും, അതൊക്കെ ചെയ്യും. പിന്നെന്ത് ചെയ്യും, അതിൻ്റെ ഇടയിൽ ആ ഓഹോഹോ ലാലലാ എന്നൊക്കെ ചേർക്കില്ലേ, അതും ചേർക്കും. അതിനെ സ്തോഭങ്ങൾ എന്നാണ് പറയുക. അതിന് ചില അർത്ഥരഹിതമായ, അങ്ങനെയാണ് ഓം എന്തായ സാധനം. ഓ തുടങ്ങിയിട്ട് അവസാനിപ്പിക്കും. അപ്പോൾ ഇതിലാണ് ഓം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫിറ്റ്സ്റ്റാഡ് പറയുന്നത്. അപ്പോൾ ഈ ഓം എന്ന് പറഞ്ഞ മന്ത്രം വാസ്തവത്തിൽ വരുന്നത് ഇതുപോലുള്ള ഈ സ്തോഭ പ്രയോഗങ്ങളിൽ നിന്നാണ്. അർത്ഥരഹിതമായ വാക്കുകൾ പഠിച്ചാൽ പിന്നെ അതിന് അർത്ഥം കണ്ടുപിടിക്കാം. അതിൽ ആയും ഊവും അമ്മുണ്ട്, അതിന് 3 ദൈവമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് സാമവേദം എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ സ്തോഭങ്ങൾ എന്നറിയപ്പെടുന്ന അർത്ഥരഹിത ശബ്ദങ്ങൾ അതിലൂടെ കൂട്ടിച്ചേർക്കും. അപ്പോൾ ഒരു ഋഗ്വേദ ഭാഗം ഉച്ചരിക്കാൻ 20 മിനിറ്റ് എടുക്കുമെങ്കിൽ അത്രയും ഭാഗത്തിൻ്റെ സോമവേദ ആലാപനത്തിൽ 1 മണിക്കൂർ എടുക്കും. കാരണം ഈ സ്തോഭങ്ങൾ അതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ സോമയാഗം എന്ന ചടങ്ങ് നടക്കുമ്പോൾ പലപ്പോഴാണ് ഒരു ഋഗ്വേദം ആദ്യം ഒരു ഭാഗം ഉച്ചരിക്കും, അതിൻ്റെ സാമവേദ ആലാപനം ഉണ്ടാവും. അത് കാണിച്ചു തരാം കുറച്ച് ഭാഗം. പിന്നെ സോമം ഹോമിക്കും, സോമം പാനം ചെയ്യും. ഈ 4 കർമ്മങ്ങൾ ഇങ്ങനെ ആവർത്തിക്കും. ഇത് 12 തവണ നമ്മൾ സോമയാഗത്തിൽ, അതിരാറിൽ 29 തവണ. ഇത്ര ജസ്റ്റ് ചില യാഗത്തെക്കുറിച്ചുള്ള സൂചനകൾ പറഞ്ഞു മാത്രം. ഇതിൽ യാഗത്തിലുള്ള സാമവേദാലാപനം കുറച്ച് ഒരു A visiting Sanskrit scholar, Dr. Asko Parpola of Finland, comments on the priests. The woodcutter is almost the only one who knows the latter part of the Jaiminiya Samaveda, which was only 5 years ago. It was believed to be completely non-existent. But he has reconstructed it from his memory together with his pupils, and we have been able to record it. അപ്പോൾ ഇത് ഈ ഗായത്രി മന്ത്രം എന്നൊരു സാധനം നമ്മൾ ആദ്യം പറഞ്ഞു, സൂര്യദേവനോട് പ്രാർത്ഥനയാണ്. അതുപോലെ അഗ്നിയെക്കുറിച്ചുള്ള സ്തുതിയുണ്ട്. അതൊക്കെ കുറച്ചു നേരം വേണേൽ കേൾക്കാം നമുക്ക്. ആ സാമവേദ ആലാപനം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കേട്ടു. അതുപോലെ തന്നെ അതിൽ 2 പിന്നെ മന്ത്രങ്ങളാണുള്ളത്. ഒന്ന് ഈ ആദ്യത്തെ ഗായത്രി മന്ത്രം, അത് കഴിഞ്ഞിട്ട് പിന്നെ അഗ്നിയെ കുറിച്ചുള്ള സ്തുതി. അപ്പോൾ അതിലിങ്ങനെ അതിൻ്റെ അർത്ഥം അവസാനം പറയുന്നുണ്ട്. അത് മാത്രം വേണമെന്ന് കേൾക്കാം, അഗ്നിയെക്കുറിച്ച് പറയുന്ന ഭാഗം.
ഖുർആൻ കേട്ടു നോക്കുക. ഈ മനോഹരമായ ആലോപനങ്ങളൊക്കെ ശരിക്കും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പം ഇതിനെ കവിതയായും സംഗീതമായും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ആ സൂറത്തുൽ ഫിജർ എന്താണെന്ന് പിന്നെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇതൊക്കെ പറയുന്നത് നരകത്തിനെ കുറിച്ചും ഇതൊക്കെയാണ് പറയുന്നത്. നിങ്ങളെ ശിക്ഷിക്കുന്നതിനെ കുറിച്ചും, ദൈവം വന്ന് നിങ്ങളെ ശിക്ഷിക്കും. He will say, "Oh, would that I had sent forth good deeds for this my future life. For that day his chastisement be such as none else can inflict, and his bonds will be such that none other can bind." ദൈവശിക്ഷയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ അർത്ഥം അറിയാതെ കേൾക്കുമ്പോൾ നമുക്കിത് വലിയൊരു സംഗീതം തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ വാസ്തവത്തിൽ സംഗീതത്തിൽ ഈ അർത്ഥം കൊഴിച്ചു കളയുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അതാണ് എനിക്കത് കേട്ടപ്പോൾ ഓർമ്മ. അതായത് നമ്മുടെ ഈ ഗംഗാതടത്തിലായാലും അറേബ്യൻ മരുഭൂമിയിലായാലും ഈ പുരാതന ജനങ്ങളുടെ കവിതകളൊക്കെ തന്നെയും തങ്ങളെ യുദ്ധങ്ങളെ സഹായിക്കുകയും അന്യഗോത്രങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ് ഈ പഴയ കഥയൊക്കെ. ഇക്കാലത്ത് നമ്മൾ ഇതിൻ്റെ അർത്ഥങ്ങളെയൊക്കെ കാണാതെ, ഇപ്പം നാരായണഗുരുവിൻ്റെ കവിതയുടെ അർത്ഥത്തിനെ അല്ല, നമ്മളതിൻ്റെ കാവ്യഭാവനയാണ് കാണുന്നത്. അതുപോലെ ഈ വേദത്തിലെയും ഖുറാനിലെയും ഒക്കെ കവിതകളെ കവിതയായും സംഗീതമായും കാണാൻ കഴിയുക എന്നുള്ളതാണ് ആധുനിക മനോഭാവം. നമ്മൾ തള്ളിക്കളയാന്നുള്ളതല്ല, ഇതൊക്കെ നമ്മുടെ മഹത്തായ പാരമ്പര്യം തന്നെയാണ്. മഹത്തായ പാരമ്പര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല, നമ്മുടെ പാരമ്പര്യം തന്നെയാണ്. പക്ഷെ അതിനെ കൃത്യമായി ആധുനിക രീതിയിൽ കാണാൻ പറ്റണം. ഇതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിച്ച് അതുപോലെ ചെയ്യുന്നിടത്താണ് പിടിത്തം വരുന്നത്. ഇത് മാതൃഭൂമിയിൽ അടുത്ത് വന്ന ഇതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓരോ ലേഖനങ്ങൾ വരുന്നതുകൊണ്ട് ഈ മാതൃഭൂമിക്ക് കാശ് മുടക്കുന്നത്. അതല്ലെങ്കിൽ ഇതുമാതിരി സാധനങ്ങൾ ഈ വാക്സിനെതിരെയും എല്ലാ ഇതിനെതിരെയും ഉള്ള ശാസ്ത്രവിരുദ്ധമായ പ്രചരണം നടത്തുന്ന ഒരു മാസിക വാരിക ഇന്ന് മാതൃഭൂമി മാറിയിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഇതുപോലെ ഓരോ നല്ല സാധനങ്ങൾ വരും. അപ്പോൾ ഇതിൽ പ്രസിദ്ധമായ ഒരു കർണാട്ടിക് സംഗീതത്തിനായിട്ടുള്ള ടി എം കൃഷ്ണ ഈ വാക്കുകളുടെ ഞാനത് ജസ്റ്റ് ഒന്ന് വഴിമാറുകയാണ്. കാരണം ഒരു രസകരമായൊരു കാര്യമാണ് എനിക്ക് തോന്നിയത്. അതായത് മൂപ്പര് പറയാണ്, കർണാടക ശബ്ദത്തിൽ വരുന്നത് ശബ്ദത്തിൻ്റെ അർത്ഥമാണ്, വാക്കിൻ്റെ അർത്ഥമല്ല. ഇത് നമുക്ക് ഈ എല്ലാ പാരമ്പര്യങ്ങളെയും എങ്ങനെ നമുക്ക്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളാണ്, കേൾക്കാറുണ്ട്, എങ്ങനെ ഇതൊക്കെ ദൈവത്തിനെ കുറിച്ച് പറഞ്ഞ പാട്ടല്ലേ, എങ്ങനെയാണ് നിങ്ങളിത് കേൾക്കുന്നത്? അപ്പോൾ അതിനുള്ളൊരു നല്ല ഒരു വൃത്തിയായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. കർണാടക സംഗീതത്തിൽ വരുന്നത് ശബ്ദത്തിൻ്റെ അർത്ഥമാണ്, വാക്കിൻ്റെ അർത്ഥമല്ല. ഞാൻ രാമായ രാമഭദ്രായ എന്ന ശ്ലോകം ചെല്ലുമ്പോൾ അനുവാചകന് രാമൻ ആരാണെന്ന് വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് മറ്റും അറിയേണ്ടതുണ്ട്. പക്ഷെ ഞാൻ അതേ വാക്കുകൾ സംഗീതമായി അറിയിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് രാ സംഗീതവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, മാ എങ്ങനെ സംഗീതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ്. രാഗം ഒഴുകുമ്പോൾ രായും മായും എങ്ങനെയൊക്കെ കോർത്തിണക്കുന്നു, അവ എങ്ങനെ ഇല്ലാതാകുന്നു എന്നൊക്കെ അറിയുകയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഈശ്വരനല്ല സംഗീതത്തിൽ പ്രതിപാദ്യം എന്നാണ്. അപ്പോൾ അതേ പറഞ്ഞത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തുടങ്ങിയവരുടെ മതപ്രസംഗങ്ങളിൽ ഈ അർത്ഥങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവും, പക്ഷേ സംഗീതത്തിലില്ല. അതൊക്കെ സംഗീതത്തിൽ എന്തിനാണ് പറയുന്നത്? മതശാസ്ത്രത്തിൽ അതൊക്കെ പറഞ്ഞോളൂ. അത്തരം കാര്യങ്ങൾ സംഗീതത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല. ത്യാഗരാജ സ്വാമികളുടെ രാമായണത്തിൽ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ത്യാഗരാജൻ്റെ സംഗീതത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ. ഞാനിത് പറയാൻ ശ്രമിക്കുന്നത് എന്താ പറഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ ഈ കേട്ട ഈ സമവേദാലാപനവും അല്ലെങ്കിൽ ഖുർആൻ ആലാപനവും പോലുള്ള ഈ മധുരമായ ആലാപനങ്ങളൊക്കെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഈ പൈതൃകങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കാണാം? നമുക്കിതൊക്കെ അവകാശപ്പെട്ട്, ഇവർക്കല്ല അവകാശപ്പെട്ട്, ഇവർക്കത് കേൾക്കുകയും വേണ്ട, അറിയാൻ വേണ്ട, ഒന്നും വേണ്ട. അവർക്കിതൊക്കെ കേമാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ചില മെച്ചങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം മതി. നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ മഹത്തായ പൈതൃകങ്ങൾ തന്നെയാണ്. ഇതിനെങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ ആധുനികമായി ഇതിനെ നമുക്ക് സ്വാംശീകരിക്കാം? അതിനുള്ള അന്വേഷണങ്ങളാണ്. ഇതിപ്പോൾ ഭദ്രാചല രാമദാസിൻ്റെ ഒരു കൃതിയാണ്. നമ്മുടെ ഈ പറഞ്ഞ അതേ സംഗീതജ്ഞൻ പിന്നെ ടി എം കൃഷ്ണ തന്നെ പാടിയതാണ്. ഇതിപ്പം വാസ്തവത്തിലൊരു സ്തുതിയാണ്. പറയുന്നത് എന്താണ്? കോദണ്ഡപാണിയായ രാമ, നിന്റെ ശബ്ദം ഇപ്പോൾ സ്വർണം പോലെ പിന്നെ അലഭ്യമായിരിക്കുന്നു, കിട്ടാനില്ല. നീ എന്തുകൊണ്ടാണ് എന്നോടൊരു വാക്കുപോലും സംസാരിക്കാത്തത്? നിന്നെ എത്ര വിളിച്ചാലും നീ ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ലല്ലോ. എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഞാൻ നിന്നെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. നീ എന്നോട് ഒരു മറുപടിയും പറയുന്നില്ലല്ലോ.
ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു തുള്ളി കരുണ പോലും നീ എനിക്ക് തരുന്നില്ലല്ലോ, നീ എന്താണ് ഇത്ര കഠിനഹൃദയനായിരിക്കുന്നത്? ഇതൊക്കെയാണ് എന്നെപ്പോലെ നിസ്സാരനായ ഒരാളെ ഇങ്ങനെ ശിക്ഷിക്കാവോ? ഇതൊക്കെ നമ്മളിത് കാണേണ്ടത് എന്താ പറയുക, ആ കേൾക്കുമ്പോൾ നമുക്കിത് അർത്ഥമേ അറിയില്ല. ബദാല രാമദാസ് എന്ന മനുഷ്യൻ ഇതൊക്കെയാണ് പറയുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ ആർക്കും അത് ഇഷ്ടപ്പെടും. കുറച്ചൊന്ന് അതിൻ്റെ പേര് രാഗമാണ്, ആദ്യതാളം. ഇനി യജുർവേദത്തിലേക്ക് പോവാം. സാമവേദം വന്നു, യജുർവേദം എന്നാൽ വേദങ്ങളുടെ റിച്വലിന് വേണ്ടിയുള്ള വേദങ്ങളാണ്. റിച്വൽ എന്ന് പറഞ്ഞാൽ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള വേദമാണ്. അതുണ്ടാക്കിയത് കവികളല്ല, ഇതുണ്ടാക്കിയത് പുരോഹിതന്മാരാണ്. ഋഗ്വേദം കവികളുടെ സൃഷ്ടിയാണ്, യജുർവേദം പുരോഹിതന്മാരുടെ സൃഷ്ടിയാണ്. പ്രധാനമായും യജുർവേദത്തിലുള്ളത് ഋഗ്വേദം തന്നെയാണ്. അതിലും പ്രധാനമായും ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ തന്നെയാണ് അതിലും എടുത്തു വരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ, അതിനെ മന്ത്രങ്ങൾ എന്ന് പറയാം, അതിൻ്റെ ഇടയിൽ ചില ഗദ്യഭാഗങ്ങൾ ചേർത്തിരിക്കുകയാണ് ഇവിടെ പുരോഹിതന്മാർ ചേർത്തിട്ടുള്ള, പിൽക്കാല പുരോഹിതന്മാർ ചേർത്തിട്ടുള്ള ചില ഗദ്യഭാഗങ്ങൾ. അതെന്താണ് ചെയ്യുന്നത്? ദ ഇന്റർപ്രറ്റ് ദ മന്ത്രാസ് ഇൻ ടേംസ് ഓഫ് റിച്വൽ. ചടങ്ങുകൾക്ക് വേണ്ടി ഈ മന്ത്രങ്ങളെ വ്യാഖ്യാനിക്കുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇതിനെ ബ്രാഹ്മണ എന്ന് പറയും, ബ്രാഹ്മണങ്ങൾ. അപ്പോൾ ഋഗ്വേദ മന്ത്രങ്ങൾ, ഋഗ്വേദത്തിലെ കവിതകളെ ഈ പിന്നീടുണ്ടായി വന്ന യാഗം പോലുള്ള ചടങ്ങുകൾക്ക് വേണ്ടി വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാണ് യജുർവേദം. അപ്പോൾ അടിസ്ഥാനപരമായി ഋഗ്വേദം തന്നെയാണ് സാമവേദം, ഋഗ്വേദം തന്നെയാണ് യജുർവേദം. നമ്മൾ 4 വേദനൊക്കെ കേൾക്കുമ്പോൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, ഒക്കെ ഒന്ന് തന്നെ ബേസിക്കലി. അതിൻ്റെ ഇടയിൽ ബ്രാഹ്മണങ്ങൾ കൂടി ചേർത്തിട്ടുള്ളതാണ്. അത് ഈ കുരുപാഞ്ചാല, നമ്മൾ പറഞ്ഞില്ല, കുരുപാഞ്ചാല പ്രദേശത്തേക്ക് വന്ന ശേഷമാണ് ഈ ഋഗ്വേദം ഉണ്ടാകുന്നത്. യജ്ഞക്രിയകൾക്ക് മാത്രമാണ് യജുർവേദത്തിൽ ഉപയോഗം. അപ്പോൾ ഇത് ഫ്രിറ്റ്സ്റ്റാൾ പറയുന്നത് എങ്ങനെയാണ്? ഈ ഋഗ്വേദവും സാമവേദവും മനോഹരമായ ചിത്രങ്ങളാണ്. അത് യജുർവേദം എന്ന ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന, ഋഗ്വേദം എന്ന ഭിത്തിയിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണെന്നാണ് സായണൻ പറഞ്ഞതായി ഫ്രിറ്റ്സ്റ്റാൾ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു വ്യക്തമാക്കി തരുന്നത് നമുക്ക്? ഈ സദസ്സ് എന്ന സാധനമുണ്ട്, ഇവരെ യാഗ ചടങ്ങുകളിൽ സദസ്സ് എല്ലാവരും ഇരിക്കും. ഈ സദസ്സിൽ ഇരുന്നിട്ടാണ് സാമവേദികൾ അവരുടെ സാമവേദം സ്തുതികൾ പാടുന്നത്. ഋഗ്വേദികൾ അവരുടെ ശാസ്ത്രം പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, എല്ലാവരും കൂടി ഇരുന്ന് ഋഗ്വേദം പാടുന്നു, സാമവേദം പാടുന്നു, സോമം ഉണ്ടാക്കുന്നു, സോമം കഴിക്കുന്നു. യജുർവേദിയാണ് ഇതിൻ്റെ മാനേജർ, അദ്ദേഹമാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ യജുർവേദത്തിൻ്റെ ഏർപ്പാടെന്താണ്? യജുർവേദത്തിൻ്റെ ഉദ്ദേശം ഈ യാഗക്രിയകളുടെ നടത്തിപ്പാണ്. അദ്ദേഹമാണ് ഈസ് ദ മാനേജർ. അപ്പോൾ സ്റ്റാളിൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് സദസ്സ്. നമ്മളെ ആ വീഡിയോ കാണിച്ചിട്ടില്ല. എല്ലാവരും കൂടെ ഈ സോമം ഉണ്ടാക്കി കുടിക്കുകയാണ്, അതാണ് കാണുന്നത്. ഈ സദസ്സിലിരുന്നിട്ട് എല്ലാവരും അവരുടെ സാമവേദം പാടുന്ന സാമവേദക്കാർ സാമവേദം പാടും, അത് ഋഗ്വേദക്കാരുടെ മന്ത്രം ഉണ്ടാവും, യജുർവേദിയുടെ അധ്യക്ഷതയിലൊക്കെ നടക്കുന്നത്. എന്നിട്ട് എല്ലാവരും കൂടെ സോമം കുടിക്കും. അതാണ് പിൽക്കാലത്തുണ്ടായി വന്ന രീതി. അപ്പോൾ യജുർവേദ അഥർവ്യു എന്ന് പറയുക, അഥർവ്യു വാസ് ദ മാനേജർ ഓഫ് ദ റിച്വൽ. ഹി മാനേജ് ദ പ്രീസ്റ്റ് ഓഫ് ദ 2 ഓൾഡർ വേദാസ്. സാമവേദത്തിൻ്റെയും ഋഗ്വേദത്തിൻ്റെയും, ഋഗ്വേദ കവിതകളുടെയും സാമവേദ സംഗീതത്തിൻ്റെയും ഒരു സദസ്സാണ് ഇവിടെ നടക്കുന്നത്. ആ സദസ്സ് നടത്തുന്ന ആളാണ് യജുർവേദക്കാരൻ. ആൻഡ് പുട്ട് ദം ടുഗദർ അറ്റ് ദ സെന്റർ ഓഫ് ദ റിച്വൽ അരീന വിച്ച് ഇസ് കോൾഡ് സദസ്സ് എന്നാണ്, സദസ്സ് എന്ന് പറയാം. പക്ഷേ ഇതൊന്നും നമ്മുടെ സമകാലിക ആൾക്കാർക്ക് ബാധകമല്ല. സമകാലിക വേദപ്രചാരക്ക് ഇതൊന്നും വാസ്തവമല്ല. ഇവിടെ ഒന്നും മണ്ണാങ്കട്ടിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇതൊന്നും അറിയേണ്ട ഒരു വിഷയമല്ല. അവർക്ക് യജുർവേദം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോന്ന് പുകഴ്ത്താനുള്ള സാധനങ്ങളുടെ രൂപത്തിലാണ് കാണുന്നത്, അവരുടെ പാരമ്പര്യത്തിൻ്റെ. ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം കേൾക്കാം. നടരാജ നൃത്തവും കണികാ പരീക്ഷണവും എന്ന് പറഞ്ഞിട്ടുള്ളത് യജുർവേദത്തിനെ പറ്റി പറയുന്നത്, യജുർവേദത്തിന്റെ മന്ത്രം ഉദ്ധരിച്ചുകൊണ്ട്. ദൈവഗണം എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഇന്ത്യക്കാരല്ല ചെയ്യുന്നത്, അതുകൊണ്ട് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ദൈവഗണത്തില് 27 കിലോമീറ്റർ നീളമുള്ള ഒരു ട്യൂബ്, അതിനകത്ത് 10⁻⁻120 MB പ്രഷറാ, വളരെ ലോ പ്രഷർ. അതിലൊരു പ്രോട്ടോൺ ഇങ്ങനെ വരും, അപ്പുറത്തു നിന്നൊരു പ്രോട്ടോണും വരും, രണ്ടും കൂട്ടിയിടിക്കും. അതിനകത്ത് ലെപ്റ്റോണുകളും അതുപോലെ ഉള്ളതും ഹിഗ്സ് ബോസോണുകളും ചേർന്ന് ഈ പ്രത്യേക മണ്ഡലത്തിൽ എത്തുമ്പോ ഷേപ്പും സൈസും മാസും ഉണ്ടാവുന്നുണ്ടോ നോക്കാൻ. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, മനസ്സിലാക്കണം എന്ന് നിർബന്ധമില്ല. ഒരു കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞത്. 27 കിലോമീറ്റർ നീളത്തിലുള്ള പരീക്ഷണ ട്യൂബ്
പരീക്ഷണ ട്യൂബ് ആരംഭിക്കുന്നത് സ്വിറ്റ്സർലൻഡില്, അവസാനിക്കുന്നത് ഡെൻമാർക്കിലാണെന്ന് തോന്നുന്നു. ആ ട്യൂബിന്റെ ഈ അറ്റത്ത് 11 അടി പൊക്കമുള്ള താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ വിഗ്രഹ വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കാം, 27 കിലോമീറ്റർ നീളമുള്ള ദൈവഗണ പരീക്ഷണത്തിന്റെ ഈ അറ്റത്ത് ഓർമ്മിക്ക 11 അടി പൊക്കമുള്ള താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ അപ്പുറത്തെ അറ്റത്ത് അർദ്ധനാരീശ്വര സങ്കല്പം 12 അടി പൊക്കമുള്ള വിഗ്രഹം. നേരിട്ട് അമേരിക്കൻ വേദ എന്ന പുസ്തകത്തില് അതിന്റെ ഫോട്ടോ കണ്ട് തരിച്ചു നിന്നതാ ഞാൻ. യൂട്യൂബിൽ മുഴുവനും ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. ആലോചിച്ച് നോക്കാം, ആ വേദത്തിലെ നമസ്തേ രുദ്രമന്യവൗദോതൈഷവേ നമഃ നമസ്തേ അസ്തുതന്വനേ ബാഹുഭ്യാമുദതേ നമഃ യാതൈഷു ശിവതമാ ശിവം ദഭൂവതേതനോ ശിവാശരവ്യായാതവതയാനോ രുദ്രമൃഡയ. ശിവൻ രുദ്രൻ ശിവൻ രുദ്രൻ ശിവൻ രുദ്രൻ. യജുർവേദം, തിരുമേനിമാര് യജുർവേദത്തിൽ അർച്ചന നടത്തുന്നുണ്ടാവും. ഇതാണ് യജുർവേദം എന്നാണ്. യജുർവേദമാണ് കൊണ്ടുവന്നത്. യജുർവേദ ശ്ലോകം ഉദ്ധരിച്ചിട്ട് അവിടെ കണികാപരിഷ്ണ രാജ് ഹാഡ്രോൺ കൊളാഡറിന്റെ ഒരറ്റത്ത് ഒരു നടരാജ വിഗ്രഹം വെച്ചിട്ടാണ്. അതാണ് അറിഞ്ഞാൽ മതി എന്നാണ്. മറ്റൊന്നും നിങ്ങൾ അറിയണ്ട. നിങ്ങൾ എന്ത് നടക്കുന്നു, പരീക്ഷണം നടക്കുന്നു, ഇതിനെ നിങ്ങളുടെ ലോകഭീഷണത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അവിടെ ഒരു നടരാജ വിഗ്രഹം വെച്ചിട്ടുണ്ട്, അത് അറിഞ്ഞാൽ മതി. അപ്പൊ ഇതെന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? അവിടെ നമ്മൾ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ തപ്പാൻ പോണത് ഇയാൾ പറയുന്നത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം നുണയുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതില് 3 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സേൺ ന്യൂക്ലിയർ റിസർച്ചിനുള്ള ഓർഗനൈസേഷനിൽ ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ മുതൽ പോർട്ടുഗൽ, സ്ലോവാക് റിപ്പബ്ലിക്, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, യുണൈറ്റഡ് കിങ്ഡം വരെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അംഗങ്ങളാണ്. ഇന്ത്യയൊക്കെ അതിലൊരു ഒബ്സർവർ സ്റ്റാറ്റസ് ഉണ്ട്. അതിലൊരു നിരീക്ഷണ പങ്കാളിത്തം, നിരീക്ഷകരായിട്ട് നമ്മളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ വേറെ രാജ്യങ്ങളുണ്ട്. യൂറോപ്പിന് പുറത്തുള്ള പല രാജ്യങ്ങൾ, ഇസ്രായേൽ അടക്കം, USA അടക്കം, ജപ്പാൻ, റഷ്യ, ഇതൊക്കെ നമ്മളൊക്കെ ഒബ്സർവേഴ്സാണ്. അപ്പം നമ്മളുടെ വക എന്തെങ്കിലും കൊടുക്കണ്ടേ? അവിടെ ചില വീട്ടിലൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കില്ലേ? അതേപോലെ നമ്മൾ കൊടുത്തതാണ്. ഇത് ഇരിക്കട്ടെ നമ്മുടെ വക. എനിക്ക് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തതാണ് ഈ ഇത്. അവിടെ കിടന്ന് ഒപ്പം കിടന്നാണ് ഇത് കൊടുക്കുന്നതിൻ്റെ ഒപ്പാണ്. ഒരു ഒപ്പും ചാർത്തി അവിടെ. ഇത് നമ്മുടെ 2004 അനിൽ കാക്കോദ്കർ, ചെയർമാൻ ഓഫ് ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ, അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചതാണ് ഈ നടരാജ വിഗ്രഹം എന്ന് പറഞ്ഞ സാധനം സേണിൽ. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നേരത്തെ കണ്ട വീഡിയോന്റെ ഒരു ഭാഗം കൂടി ഇവിടെ വളരെ യോജിക്കും തോന്നി. கடைசியில விஷயம் பார்லிமெண்ட்டுக்கு போச்சு. பொதுஜன அபிப்பிராயத்துக்கு மதிப்பு வச்சு இந்தியாவில இருந்து சந்திரமண்டலத்துக்கு இந்தியாவை அனுப்ப கவர்னமெண்டார் முடிவு பண்ண. அதுக்காக ஒரு தனி அதிகாரியையும் போட்டா. அதிகாரி ஒரு அபாரமான ஐடியா பண்ணினார். என்ன ஐடியாவோ? அமெரிக்காவோட ஒரு ஒப்பந்தம் செய்து கொண்டார். அதாவது சந்திரனுக்கு போகும் ராக்கெட், தாய்க்கப்பல், பூச்சிவண்டி, ராக்கெட், எண்ணெய், ஸ்பேஸ் உடைகள், டெலிவிஷன் எட்ஸெட்ரா எட்ஸெட்ரா போன்ற சில்லற விஷயங்களை அமெரிக்காவும் ராக்கெட்டை அனுப்புவதற்கு தேவையான வெற்றில பாக்கு, பூக்குளம், கூடம், சந்தனம், பத்தி, மாலை, மாதுளை, பந்தல், மேடை, மைக் அரேஞ்ச்மெண்ட், போட்டோகிராஃபர், இது போன்ற அதிமுக்கியமான வெரி இம்பார்ட்டன்டான விஷயங்களை இந்தியாவே கவனிச்சுக்கு முன்னு ஒரு ஒப்பந்தத்திலே கையெழுத்து போட்டார். ആ കൈയെഴുത്ത് പോട്ടാർ ആണ് നമ്മളിപ്പോ കണ്ടത്. അതായത് അതിമുഖ്യമായ വിഷയങ്ങൾ, ഫോട്ടോഗ്രാഫർ, ബൊക്ക, മാല, ഇതൊക്കെ നമ്മുടെ വക. ഈ ടെലിവിഷൻ, മറ്റേ റോക്കറ്റ്, പായ്ക്കപ്പലൊക്കെ അതൊക്കെ അൺഇമ്പോർട്ടന്റ് വിഷയങ്ങൾ, അതൊക്കെ അമേരിക്ക ചെയ്തോട്ടെ. നമ്മുടെ വക അതിമുഖ്യമായ വിഷയങ്ങൾ, നടരാജ വിഗ്രഹം, അത് നമ്മുടെ വക, അത് അവിടെ കിടക്കട്ടെ. ഇതാണ് യജുർവേദത്തിന്റെ കഥ പറഞ്ഞത്. ഇത് എവിടെയാണ്? സേണിൽ നമ്മുടെ സുഹൃത്ത് റിസർച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ രോഹിൻ മൂപ്പർ അവിടെ നിന്ന് അയച്ച ഫോട്ടോ ആണ്. ഇത് അവിടെ കിടക്കുന്നത് കാപ്പി ക്ലബിലാണ്. അവരവിടെ ആൾക്കാർ കാപ്പി പിടിക്കാതിരിക്കുന്ന സ്ഥലത്താണ് ഈ സാധനം ഉള്ളത്. നമ്മുടെ ചില കാപ്പി ഷാപ്പാട് ഹോട്ടലിലൊക്കെ ഇങ്ങനെ ചില ബൊമ്മകളൊക്കെ വെക്കില്ലേ, അതേപോലെ ഒരു ബൊമ്മയാണ് ഈ സാധനം. ഇദ്ദേഹം പറഞ്ഞത് ഇത് മുഴുവനും നേരിട്ട് ഫോട്ടോ കണ്ട് അദ്ദേഹം ആകെ വികാരഭരിതനായി പോയി. ഈ സാധനം വെച്ചിട്ടാണ് ഇവർ ഇത് മൊത്തം ചെയ്യണമെന്നാണ്. ഇത് വലിയ ക്യാമായിട്ട് പ്രചരിപ്പിക്കുക. ഇതാണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ. ഇതവിടെ കൊണ്ടേ കൊടുത്ത് എവിടെയെങ്കിലും വെക്കണ്ടേ? അപ്പൊ അത് കാപ്പി പിടിക്കുന്നിടത്ത് അവിടെ വെച്ചിരിക്കുക. ഇതായിട്ട് മേലെ ഉപഗ്രഹ ഫോട്ടോ ആണ്. ആൾക്കാർ ഇത് കാപ്പി പിടിക്കുന്ന കാണാം അവിടെ. അപ്പുറം ഇവിടുന്ന് ചായ പിടിക്കുന്നതാണ്. ഇതാണ് യജുർവേദത്തിന്റെ ഇന്നത്തെ നില, യഥാർത്ഥ യജുർവേദം. നമ്മൾ അവസാന ഭാഗത്തേക്ക് കിടക്കുന്നത് അഥർവവേദം. കഴിയാറായി, ഒരു 5 മിനിറ്റ് തീരും. ഇത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറയുന്നതാണ്. അഥർവവേദ വളരെ കാലം, നമ്മൾ 4ാമത്തെ വേദത്തിലേക്ക് കടന്നു. അഥർവവേദ വളരെ കാലം ഒരു വേദം എന്ന പ്രസ്റ്റീജ് ഇല്ലാതിരുന്ന ഒരു സമാഹാരമാണ്. എ ഡിഫറെന്റ് സ്പിരിറ്റ് പെർവേഴ്സ് ദിസ് വേദ എന്നാണ് പറയുന്നത് എസ് രാധാകൃഷ്ണൻ. ഇത് മറ്റ് വേദങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്.
വിച്ച് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് എ ലേറ്റർ ഇറ ഓഫ് തോട്ട്. പിന്നീട് അവസാനം വന്നതാണ്. ഇറ്റ് ഷോസ്, ഇത് എസ് രാധാകൃഷ്ണന്റെ വാക്കുകളാണ്, ഷോസ് the compromising spirit adopted by the Vedic Aryans in view of the new gods and goblins worshipped by the original peoples of the country whom they were slowly subduing. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന മറ്റു ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ, പിശാചുക്കളെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ, അവരുടെ ദൈവങ്ങളെ കുറിച്ചുള്ള വിശ്വാസം, ഇതൊക്കെ ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതൊരു കോംപ്രമൈസിങ് സ്പിരിറ്റ് എന്നാണ് അദ്ദേഹം ഡോക്ടർ രാധാകൃഷ്ണൻ എന്നിവർ പറയുന്നത്. അഥർവവേദത്തിലെ ഋഗ്വേദത്തിൽ 1/7 ഇതിന്റെ അഥർവവേദത്തിന്റെ ഒരു 1/7 പാർട്ടും ഋഗ്വേദം തന്നെയാണ്. ഇതിൽ ഇൻസ്റ്റെഡ് ഓഫ് പോയറ്റ്, സിംഗേഴ്സ് ഓർ പ്രീസ്, നമ്മൾ നേരത്തെ കണ്ടു ഋഗ്വേദം ഉണ്ടാക്കിയത് കവികളാണ്, യജുർവേദം ഉണ്ടാക്കിയത് നമ്മുടെ പുരോഹിതന്മാരാണ്, സാമവേദം ഉണ്ടാക്കിയത് പാട്ടുകാരാണ്. ഇവിടെ ആരാണ്? ഈ മന്ത്രവാദികളാണ്. മന്ത്രവാദികൾ, അതുപോലെ തന്നെ ചില ക്ഷുദ്ര ചികിത്സകന്മാർ, ചികിത്സ ഇന്നത്തെ രീതിയിൽ വികസിത ചികിത്സയല്ല, അന്നത്തെ മന്ത്രവാദ ചികിത്സകർ, അവരാണ് ചില മരുന്നുകൾ. ഈ മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നത് ഇന്നത്തെ പോലെ കഴിക്കാനല്ല, പലപ്പോഴും ഉപയോഗിക്കുന്നത് ചില മാന്ത്രികമായ രീതിയിലാണ്. അതൊരു ഉറുക്കാക്കിയിട്ട് കിട്ടുക, ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവും, പക്ഷെ ഇതൊന്നും പ്രവർത്തിക്കുന്നത് മാന്ത്രികമായ തരത്തിലാണെന്നാണ് ധാരണ. അപ്പോൾ ഒരു ചെടിയെക്കുറിച്ച് പറഞ്ഞാൽ ആ ചെടി ഒരു ഉറുക്കായിട്ട് കിട്ടുകയാണ് ചെയ്യുക, അവിടെ കെട്ടിവെക്കുക. ആ ചെടി അതിൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഈ രോഗം മാറ്റുന്നു എന്നാണ് അന്നത്തെ ധാരണ. ആ രീതിയിലുള്ള മാന്ത്രിക ചികിത്സ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ അഥർവവേദം. അഥർവവേദത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് ആ ഓരോ ശ്ലോകങ്ങളുടേതാണ്. നിന്റെ മൂത്രാശയത്തിലും മൂത്രനാടികളിലും തടഞ്ഞു നിൽക്കുന്ന മൂത്രം അതിവേഗം ശബ്ദത്തോടുകൂടി ഒഴുകിപ്പോകട്ടെ. കുളത്തിലെ ജലം വെളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മാർഗം വെട്ടിത്തുറക്കുന്നത് പോലെ മൂത്രരോഗത്താൽ പീഡിതനായ രോഗി, ഞാൻ നിന്റെ മൂത്രം പോകുന്നതിനുള്ള മാർഗം തുറന്നിരിക്കുന്നു. നിന്റെ ഉള്ളിൽ തടഞ്ഞു നിൽക്കുന്ന മൂത്രം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വേഗം ഒഴുകിപ്പോകട്ടെ. ഇതൊക്കെയാണ് അഥർവവേദ മന്ത്രങ്ങൾ. കാരണം അതിൽ ഈ രീതിയിലുള്ള ഈ രീതിയിലുള്ള ചികിത്സകളും മന്ത്രവാദങ്ങളും ഒക്കെയാണ് അതിൽ. വില്ലിൽ നിന്നും അതിവേഗം പാഞ്ഞു പോകുന്ന ബാണം അതിന് ലക്ഷ്യത്തിലെത്തിച്ചെന്ന പോലെ തടഞ്ഞു നിൽക്കുന്നതിൻ്റെ മൂത്രം മുഴുവൻ ശബ്ദിച്ചുകൊണ്ട് വെളിയിലേക്ക് ഓടിപ്പോകട്ടെ. എന്നാൽ ഇന്ന് വേണമെങ്കിൽ അവരുടെ നിസ്സഹായതയൊക്കെ നമുക്കറിയാം. ഇന്ന് ഒരു മൂത്രം മുട്ടി നിൽക്കുന്ന ഒരാൾ എന്താ ചെയ്യാൻ പറ്റുക? ഇതുപോലെ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമമാണ്, അതല്ലേ ഉള്ളൂ. അതുപോലെ രക്തപ്രവാഹം, രക്തം നിൽക്കുന്നില്ല, അതിനുള്ള മന്ത്രമാണ്. സ്ത്രീയുടെ രക്തവാഹിനികളായ ധമനികൾ രക്തം അധികമായി വെളിയിലേക്ക് പ്രവഹിക്കാതിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം സ്തംഭിക്കട്ടെ. രക്തസ്രാവം വന്ന ഒരാൾക്കുള്ള ചെയ്താണ്. സഹോദരൻ്റെ സഹോദരി പിതൃഗൃഹത്തിൽ വസിക്കുന്നത് പോലെയും പത്രഗൃഹത്തിൽ വരാതിരിക്കുന്നത് പോലെയും ഈ ധമനികൾ രക്തത്തെ വെളിയിലേക്ക് തള്ളാതിരിക്കട്ടെ, അത് സ്ഥിരമായിരിക്കട്ടെ. ശരീരത്തിന്റെ അടിഭാഗത്ത് സ്ഥിരമായിരിക്കുന്ന ധമനി, നീയും കൂടുതൽ രക്തം വെളിയിലേക്ക് തള്ളാതിരിക്കുന്നത് സ്ഥിരമായിരിക്കൂ. ഹേ മുകൾ ഭാഗത്തുള്ള അവയവങ്ങളിലെ ധമനി, നീയും രക്തപ്രവാഹം നിലവിച്ച് ശാന്തമാകൂ, കടലേ ശാന്തമാകൂ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പറയാണ്. ഇതാണ് അഥർവവേദത്തിന്റെ നിലപാട്. പക്ഷെ ഇത് പക്ഷേ തിഷ്ടാവരേ തിഷ്ഠപര ഉദത്വം എന്നൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവമാണ്. സംഭവം പറഞ്ഞതാണ്. അപ്പോൾ എല്ലാത്തിനും പിന്നെ മഞ്ഞപ്പിത്തം പിടിച്ചാൾക്ക്, ഹേ വ്യാധിഗ്രസ്തനായ പുരുഷ, നിന്റെ ഹൃദയത്തിൽ എരിച്ചിലിനെ ഹൃദ്രോഗവും കാമല മുതലായ രോഗങ്ങളുണ്ടാകുന്ന ശരീരത്തിന്റെ മഞ്ഞ നിറം സൂര്യന്റെ നേരെ മാറിപ്പോകട്ടെ. ഹരിതവർണ്ണനും വേദനകളും ഈ ശരീരത്തിൽ നിന്ന് വിട്ട് സൂര്യനിലേക്ക് പോകട്ടെ. ഗോക്കളുടെ രക്തവർണ്ണത്താൽ പൊതിഞ്ഞ് ഞാൻ നിന്നെ സ്വസ്ഥനാക്കുന്നു. ഹരിദ്ര എന്നു പേരുള്ള ഹേ ഔഷധി, മഞ്ഞളിനോടുള്ള ഇതൊക്കെ ഓരോ ഈ ദ്രവ്യങ്ങളോടും ദേവതകളോടും ഒക്കെയുള്ള അർത്ഥനകളാണ് രോഗത്തെ മാറ്റാനായിട്ട്. അതിലിതുപോലെ ഋഷിയുടെ പേരും ദേവതയും ഒക്കെ കാണാം. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതുണ്ട്, പിന്നെ ചില ക്ഷുദ്രപ്രയോഗങ്ങൾ, സ്നേഹം ഉണ്ടാക്കാൻ, ഭർത്താവിനെ പിരിക്കാൻ, പിന്നെ ഭാര്യയെ സ്നേഹിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് കാണാം. പിന്നെ ഈ പിശാചിനികളെ എൻ്റെ വാസസ്ഥലത്ത് നിന്ന് അകറ്റിക്കളയട്ടെ. ഹേ രാക്ഷസികളെ, നിങ്ങൾ മാതാപിതാക്കളുടെ ദേഹം പ്രാപിച്ച അപസ്മാരം ഗ്രഹം മുതലായി ഉത്ഭവിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള നിങ്ങൾ എൻ്റെ വാസസ്ഥാനത്ത് നിന്ന് ഓടിപ്പോയി നശിക്കുവിൻ. ജ്വരബാധിതയാണ് നീ ശൂദ്രന്മാരുടെ അടുത്തേക്ക് പോയിക്കോ അതൊക്കെ പറയുന്നുണ്ട്. ഹേ കൃമികളെ, അത്രീ കണ്ണൻ ജമദഗ്നിയുടായ മഹർഷിയെ മന്ത്രത്താൽ ഞാൻ നിങ്ങളെ നശിപ്പിക്കുന്നു. അഗസ്ത്യ മഹർഷിക്ക് പുനർജന്മ നൽകുന്ന അധികാരിയുടെ മന്ത്രത്താൽ കീടങ്ങളെ നശിപ്പിക്കുന്നു. ഇതാണ് അഥർവവേദത്തിന്റെ നിലവാരം. അപ്പോൾ രീതി. അപ്പോൾ നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ്. ഈ ചെറിയ കൂട്ടത്തിൽ ഈ ഒരു ചെറിയൊരു സദസ്സ് നമ്മളെ ഈ ചർച്ച അവസാനിക്കുമ്പോൾ എനിക്ക് ഓരോന്നും ഇതാന്ന് തോന്നാം, ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു ചെറിയ പേടകത്തിൽ നിന്ന് ജീവയോഗ്യമല്ലാത്ത ആടക്കടലിലേക്ക് നോക്കുന്ന പോലെയാണ് നമ്മൾ പുറത്തേക്ക് നോക്കുന്നത്. പുറത്ത് മുഴുവനും ഒരു സ്വതന്ത്ര ഇന്ത്യയും കേരളത്തിലില്ല. കംപ്ലീറ്റ് മുഴുവനായും ജ്ഞാനോദയ വിരുദ്ധവും ആധുനികതാ വിരുദ്ധവുമായ പുരാതനവും ആധുനികാനന്തരവുമായ ചിന്തകൾ കൊണ്ട് കലുഷമായ ഒരു ഭൗതിക അന്തരീക്ഷമാണ് ഈ ഒരു ചെറിയ പേടകത്തിന്റെ പുറത്ത് നമുക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചെറിയ ക്ലിപ്പിലൂടെ കാണിക്കാൻ, ഒരു സാമ്പിൾ കാണിക്കാൻ എന്തൊക്കെയാണ് പറയാൻ, എന്തും പറയാം. അപ്പോ
നമ്മുടെ വേദങ്ങളെ ഇല്ലാതെയാക്കാൻ ലോകത്തിലെ ആര് ശ്രമിച്ചാലും നടക്കില്ല. പരമപൂജനീയ ആദരണീയനായ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തൃശ്ശൂര് ചേർപ്പില് KPC ഭട്ടതിരിപ്പാടിന്റെ അടുത്ത് വന്ന് ഞാൻ അവിടെ ഉള്ളപ്പോ പറഞ്ഞതോർക്കുന്നു. ഈ വേദമാണ് KPC എന്നെ ഞാനാക്കി മാറ്റിയത്. വേദം പഠിച്ചതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനടക്കം വേദത്തിൽ കൊണ്ട് കെട്ടി മുതലാണ്. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ? EMS വേദമാണ് EMS ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഏത് തരത്തിലാണ് വളച്ചൊടിക്കാൻ പറ്റുക, ഏത് തരത്തിലാണ് ചരിത്രത്തെ തേച്ച് മാച്ച് കളയുക, പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് ആണ് എനിക്ക് ഇത്രയും വളരാൻ സാധിച്ചത്. ഗോപാലകൃഷ്ണന്റെ കഴുത്തില് പൂണൂലിട്ട ആ പൂണൂലിനെ പിടിച്ച് സത്യം ചെയ്താ ഞാൻ പറയുന്നത്. KPC EMSനോട് പറഞ്ഞു, പിന്നെ എന്തിനാ അതിനെ എതിർക്കുന്നേ? അല്ല, പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോവാൻ എതിർക്കാതെ നിവൃത്തിയില്ല. പുറത്ത് ചേർപ്പിൽ ഇദ്ദേഹത്തിന്റെ ഒക്കെ ഒരു ധാരണ വെച്ചാല് എതിർക്കുക എന്നൊരു വഴി മാത്രമേ ഉള്ളൂ എന്നാണ്. ഒന്നുകിൽ പുകഴ്ത്തുക അല്ലെങ്കിൽ എതിർക്കുക. ഒരു ബുഷ് പറഞ്ഞ പോലെയാണ്, ഒന്നുകിൽ നീ നമ്മളെ കൂടെയാണ് അല്ലെങ്കിൽ നീ ശത്രുക്കളുടെ കൂടെയാണ്. അതുകൊണ്ട് വേറൊരു സ്വതന്ത്രമായിട്ടൊരു മാർഗം എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്കിതിനെ വേറെ തരത്തിൽ കാണാം. നമ്മൾ ഇതിനൊക്കെ വിലമതിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഇതിനൊക്കെ, ഈ കവിതയെയും ഈ സംഗീതത്തെയും ഒക്കെ നമ്മൾ വിലമതിക്കുന്ന നമ്മുടെ സാംസ്കാരിക പാരമ്പര്യമായി അംഗീകരിക്കുന്നുണ്ട്. അതിന് നമ്മൾ അതേ രീതിയിൽ കാണുകയാണ്, അതിനൊരു സ്ഥാനത്ത് വെച്ചുകൊണ്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട് എന്നത് ഇന്ന് കേരളത്തിൽ അസാധ്യമാവുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ പുകഴ്ത്തണം, അതല്ലെങ്കിൽ നിങ്ങളതിനെ നേരെ എതിർക്കണം. ഇത് എതിർപ്പാണെന്നാണ് പറഞ്ഞത്. ഇത് എതിർപ്പല്ല, ഇത് മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. അത് മനസ്സിലാവണമെങ്കിൽ ഒരു ജ്ഞാനോദയാനന്ദ ലോകബോധം ഉണ്ടാവണം. EMS വേദത്തെ എതിർത്ത് സംസാരിച്ചു. അമ്പലത്തിന്റെ ശ്രീരാമക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാ ഗോപാലകൃഷ്ണൻ ഈ വരികൾ പറയുന്നത്. അപ്പൊ ഇതാണ് പുറത്തുള്ള അന്തരീക്ഷം. കവിതയെ കവിതമായും സംഗീതത്തെ സംഗീതമായും പുരാതന ആചാരങ്ങളെ ചരിത്ര കൗതുകങ്ങളായും കാണാൻ ഈ സമൂഹത്തെ ശീലിപ്പിക്കേണ്ടതുണ്ട്. ഈ പുരാതന ആചാരങ്ങളൊക്കെ ഏതോ മഹത്തമായ സംഭവങ്ങളാണ്, നമ്മുടെ ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാക്കാനുള്ള സാധനങ്ങളാണ്, നിങ്ങൾക്ക് സമ്പാദ്യം കൂടും സമ്പത്ത് കൂടും എന്ന് പറഞ്ഞിട്ട് യാഗങ്ങൾ നടത്തുന്നു, കോടികൾ ചെലവാക്കിയിട്ട്. ഇതൊക്കെ അതല്ല, ഇതൊക്കെ ഒരു ചരിത്ര കൗതുകം മാത്രമേ നമ്മൾ കാണുന്നുണ്ട്. സമൂഹത്തിന്റെ ചിന്താരീതി സയൻസിൻ്റെതാക്കേണ്ടതുണ്ട്. ഞാൻ സയൻസുള്ള വാക്കേണ്ടതുണ്ട്, ശാസ്ത്രം എന്ന് പറഞ്ഞില്ല. സമൂഹത്തിന്റെ ചിന്താരീതി സയൻസിന്റെ ചിന്താരീതി ആക്കേണ്ടതുണ്ട്. കേരളത്തിൽ സ്വതന്ത്ര ചിന്തക്ക് വലിയൊരു അളവോളം നഷ്ടപ്പെട്ടു പോയിടം തിരിച്ചു പിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആധുനിക പൂർവവും ആധുനിക അനന്തരവുമായ ശാസ്ത്രവിരുദ്ധ പ്രവണതകൾ കൊണ്ട് എന്താ പറയുക, ഉപ്പിലിട്ട പോലെയാണ് കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷം കിടക്കുന്നത്. ഇതിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഒരിടം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നമുക്ക് നടത്താം. വിശ്വാസ പ്രസ്ഥാനങ്ങളോട്, എല്ലാ വിശ്വാസ പ്രസ്ഥാനങ്ങളോടും, അത് പരമ്പരാഗത മതവിശ്വാസ പ്രസ്ഥാനങ്ങളാവട്ടെ മതേതര വിശ്വാസ പ്രസ്ഥാനങ്ങളാവട്ടെ, എല്ലാ വിശ്വാസ പ്രസ്ഥാനങ്ങളോടും വിട പറയുക. സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക. നമ്മുടെ യുക്തിപഥത്തിന്റെ ആദ്യത്തെ പൗരത്തിന് കൊടുത്താണ് സാപ്പരേ ഓടെ, സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക. ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു ചെറിയ ഇടം കേരളത്തിൽ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ആശംസകളോട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.